നമ്മുടെ ഇന്നത്തെ ഇപ്പം ടോപ്പിക്കിൻ്റെ വിഷയം പറഞ്ഞു, അരികത്തെ അവസരം. അരികത്തെ അവസരം എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്നാണ്. അതേസമയം തന്നെ എനിക്കത് വളരെ സ്ട്രൈക്കിംഗായി തോന്നിയൊരു കാര്യമുണ്ട്. അതായത് അതിനകത്ത് രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് അരികത്ത് എന്നുള്ളതും രണ്ട് അവസരം എന്നുള്ളതും. അതിനകത്ത് അരികത്ത് എന്ന് പറയുമ്പോൾ വളരെ അടുത്ത്, അത് വളരെ ഇത് രണ്ടും രമേശിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട്, നേതാക്കളുമായിട്ട്, ജനങ്ങളുമായിട്ടൊക്കെ ഏറ്റവും കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു നേതാവാണ് താങ്കൾ. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പറയും ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ളൊരു നേതാവാണ് താങ്കൾ എന്ന് പറയും. അതുപോലെ അവസരം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ചെറുപ്രായത്തിൽ തന്നെ വലിയ അവസരങ്ങൾ കിട്ടിയ നേതാവാണ് താങ്കൾ. ചില അവസരങ്ങൾ കിട്ടാതെ പോയത് ചർച്ചയുമായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സാന്ദർഭികവശാൽ പറഞ്ഞതേ ഉള്ളൂ. ഈ രണ്ടും ചേരുമ്പോഴുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും വരണം. അപ്പോൾ ഞാൻ വിളിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരു ഫോർമൽ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചോദിക്കട്ടെ. വിളിച്ചത് രമേശ് ജി എന്നാണ് ഞാൻ വിളിച്ചത്. ഈ പലരും പല പേരുകൾ വിളിക്കാറുണ്ട്. പ്രസിഡൻ്റ് എന്ന് വിളിക്കുന്നവരുണ്ട്. പഴയ KPC പ്രസിഡൻ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ, KSUവിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നുകൊണ്ട് തന്നെ ചിലർ ചെന്നിത്തല ജി അല്ലേ എന്ന് വിളിക്കാറുണ്ട്. അത് വടക്കേ ഇന്ത്യക്കാർ. പിന്നെ പേര് വിളിക്കുന്നവരുണ്ടാവാം, മുഴുവൻ പേര് വിളിക്കുന്നവരുണ്ടാവും. ഈ ഏറ്റവും അടുപ്പം തോന്നുന്ന വിളി ഏതാണ്? രമേശ് ജി എന്നുള്ളത്. അപ്പോൾ പിന്നെ അതുമായിട്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകാം. രാഹുൽ ഗാന്ധിയാണ് ഈ ചെന്നിത്തലാജി എന്ന് വിളിച്ച് വടക്കേ ഇന്ത്യ ആളുകളൊക്കെ അങ്ങനെ വിളിക്കാൻ തുടങ്ങും. ഓക്കെ. അവിടെ പോകുമ്പോഴും ചെന്നിത്തലാജിയെ അല്ലേ? അർജുൻ സിംഗ് അവരെല്ലാം ഇങ്ങനെയാണ്. സെക്കൻഡ് നെയിമാണ് അവരെല്ലാം വിളിക്കുന്നത്. അത് അവിടുത്തെ ഒരു ഇപ്പൊ ആനന്ദ ശർമാജി എന്ന് വിളിക്കുക. ഓക്കെ. പക്ഷെ അമ്മ വിളിക്കണ പേര് ഇത് മക്കളെ അല്ലേ? അമ്മ വിളിക്കുക. അത് കുട്ടിക്കാലത്ത് അമ്മ വിളിച്ച മക്കക്ക കുഞ്ഞായിരിക്കുമ്പോൾ. പിന്നെ അത് ആരും ഉപയോഗിച്ചിട്ട്. ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞത് ഈ അടുത്തിടെ ഉണ്ടായ ഏറ്റവും ഒരു ലോസ് എന്ന് പറയുന്നത് അമ്മയുടെ ഒരു വിയോഗമായിരുന്നു. അപ്പം അതിനിടയിൽ ഒരു ഹൃദയസ്പർശിയായ ചില പ്രതികരണങ്ങൾ ആ സമയത്ത് രമേശ് സംസാരത്തിലും പ്രതികരണങ്ങളും ഒക്കെ ചില കുറിപ്പുകളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതിലൊന്നിൽ പറയുന്നുണ്ടായിരുന്നു, ഇനി ഒരു അവസരം എന്ന് ഞാൻ പറയുന്നില്ല, ഇനി ഈ അമ്മയുടെ മകനായിട്ട് ജനിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഒക്കെ പറഞ്ഞു. ഈ അമ്മയുടെ മകനായിട്ട് ജനിച്ചില്ലെങ്കിൽ ഒരു ഇന്നത്തെ നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ആകുമായിരുന്നില്ല എന്നുള്ള ധ്വനിയുള്ള ചില പ്രതികരണങ്ങളും ഒക്കെ അപ്പോഴുണ്ടായിരുന്നു. അത്രയ്ക്കായിരുന്നു അമ്മയുടെ ഒരു സ്വാധീന ശക്തി. അമ്മയുമായിട്ട് വളരെയേറെ അടുപ്പമായിരുന്നു. അച്ഛനുമായിട്ട് അടുപ്പമില്ല എന്നുള്ളതല്ല, പക്ഷെ അമ്മയായിരുന്നു എന്നെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിച്ചത്. അച്ഛൻ്റെ ലക്ഷ്യം എന്നെ ഒരു ഡോക്ടറാക്കണമെന്ന്. നമ്മളൊക്കെ നാട്ടിൻപുറത്തെ ചെന്നിത്തല ഒരു ചെറിയ ഗ്രാമമാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ സ്കൂളിൽ വിദ്യാർത്ഥി പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് എന്തോ ഒരു മോശമാണ്. സ്കൂളിൽ സമരം ചെയ്യുന്നത്, അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളായി സമരം ചെയ്യുന്നത്, അപ്പച്ചി പഠിപ്പിക്കുന്ന സ്കൂളിലാണ്. അപ്പോൾ അവിടെയൊക്കെ സമരത്തിന് ഇറങ്ങിയിട്ട് ആളുകൾ ധരിക്കുന്നത് ഇവൻ്റെ ഭാവി പോയി, ഇതിന് രക്ഷയില്ല, ഇത് നശിക്കാൻ പോവാണ് എന്നുള്ള ചിന്തയോടുകൂടിയാണ് അച്ഛൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ശരിയാവില്ല എന്നുള്ള എല്ലാ ഒരു നിലപാടായിരുന്നു. പക്ഷെ അമ്മ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ. രാത്രി നമ്മൾ വളരെ ലേറ്റായിട്ടേ വരുന്നുള്ളൂ. അപ്പോഴൊക്കെ അമ്മ ഉറങ്ങാതിരുന്ന് ഭക്ഷണം തരുമായിരുന്നു. ഒരിക്കലും ഞങ്ങളെ വീട്ടിൽ കയറ്റണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ കൂടെ 4-5 പേര് കാണും, കൂട്ടുകാരൊക്കെ കാണും. അപ്പോൾ വീട്ടിൽ കയറ്റണ്ട, ഇനി അവരെ വീട്ടിൽ കയറ്റിട്ട് കാര്യം ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ വീട്ടിൽ കയറ്റാതിരുന്ന ദിവസം ഞങ്ങൾ പട്ടിണിയാണ്, വിശപ്പുണ്ട്. അപ്പോൾ അമ്മ ജനലിൽ കൂടെ ഇങ്ങനെ ഉരുള ഉരുട്ടി തരുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്ന നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു ഹോർത്തൂസിലാണല്ലോ വായന ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയം. എനിക്ക് തോന്നുന്നത് താങ്കളൊരു ഒറേഷ്യർ റീഡറാണ്. ഈ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവന്നത് അച്ഛനല്ലേ? പ്രധാനമായിട്ടും. തീർച്ചയായിട്ടും. എന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ അച്ഛൻ ഗ്രന്ഥശാലയിൽ അംഗമായിരുന്നു. ചെന്നിത്തല തൃപ്പൂണിത്തുറ കലാപോഷിണി ഗ്രന്ഥശാല. PN മണിക്കർ സാറ് ആദ്യം സ്ഥാപിച്ച ഗ്രന്ഥശാലകളിലൊന്നാണ്. അതേ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ കാണും. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം വന്ന് ബസ്സിലാക്കിയാൽ മതി, വന്നുകൊണ്ട് ബസ്സിലാണെങ്കിൽ നടന്നു വരുമായിരുന്നു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തോട് കേരളം നീതി കാട്ടിയിട്ടില്ല അല്ലേ ഭാസ്കരൻ? നീതി കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അന്ന് എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഈ ബാലൻ പ്രസിദ്ധീകരണം, കുട്ടികൾക്ക് വായിക്കാനുള്ള ചെറിയ പുസ്തകങ്ങൾ, അമേരിക്കയെപ്പറ്റി, ഓസ്ട്രേലിയയെപ്പറ്റി, വിവിധ ഭൂഖണ്ഡങ്ങളെപ്പറ്റി, ഇന്ത്യയെപ്പറ്റി ഒക്കെയുള്ള വലിയ നേതാക്കന്മാരെ പറ്റി, ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഇതൊക്കെ ചെറിയ ബുക്കുകളാണ് ബാലൻ പ്രസിദ്ധീകരണം. ഇപ്പോഴത്തെ ആളുകൾക്ക് ഇതറിയില്ല, കാരണം അത് നിന്നുപോയി. അതൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. അത് പിൽക്കാലത്ത് വായനയ്ക്ക് എന്നെ വളരെയേറെ സ്വാധീനിച്ച ഒരു ഘടകമാണ്. പക്ഷേ ഈ
വായിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് വീട്ടിലെ വായനാശേഖരം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വായനാശേഖരമാണ്. വായിക്കുന്നവരെ വായിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം തോന്നിയ ഉടനെ അവരെ വിളിക്കും അല്ലേ, അവരെ വിളിക്കും, പറ്റുമെങ്കിൽ പോയി കാണും. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് പെട്ടെന്ന് വിളിക്കുന്നു, പെട്ടെന്ന് പോയി കാണുന്നു. ഇതൊക്കെ ഈ വായനക്കാരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതികരണം എന്താ? എന്തെങ്കിലും കൗതുകമുള്ള പ്രതികരണം ഉണ്ടാകും? അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം ഞാൻ സ്കൂള് കാലത്ത് പിന്നെ ഡിക്റ്റേറ്റീവ് നോവലാണ് വായിച്ചത്. രാത്രി പേടിച്ച് കരയുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഭയം തോന്നുന്ന ഡിക്റ്റേറ്റീവ് നോവൽ. നീലകണ്ഠൻ പരമാര, അതോടൊപ്പം തന്നെ നമ്മുടെ കങ്ങട, നിങ്ങളുടെ നാട്ടിലുള്ള മോഹൻ ഡി കങ്ങട ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതുന്ന നോവലുകൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോവലിലേക്ക് മാറി. എനിക്ക് ഏറ്റവും ഇഷ്ടം നോവൽ വായിക്കാനുള്ളതാണ്. അപ്പോൾ ആ നോവൽ വായിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും, അത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ എഴുത്തുകാരനെ വിളിക്കാൻ നോക്കും. അത് DC ആണെങ്കിൽ DC, മാതൃഭൂമിയാണെങ്കിൽ മാതൃഭൂമി, അവിടുന്നെല്ലാം മനോരമ പബ്ലിക്കേഷൻ ആണെങ്കിൽ അവിടുന്ന് നമ്പർ എടുത്ത് അവരെ വിളിക്കും. വാസ്തവത്തിൽ അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ നമ്മുടെ അംബികാസുധൻ മങ്ങാട്, അദ്ദേഹത്തെ ഇവിടെ വെച്ച് കണ്ടു. അംബികാസുധൻ മങ്ങാടിൻ്റെ അല്ലോഹലൻ എന്ന പുസ്തകം ഏറ്റവും ലേറ്റസ്റ്റാണ്. ആ പുസ്തകം വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കുക മാത്രമല്ല, ഞാൻ അന്ന് കാസർഗോഡ് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിനും കുടുംബത്തിനും ഇത്രയും വലിയ സന്തോഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു. അല്ലോഹലൻ അതിമനോഹരമായ 14-ാം നൂറ്റാണ്ടിൽ നാടുവാഴി പ്രഭുക്കന്മാർ നടത്തിയ പ്രവർത്തനങ്ങളും ഒരു നാടുവാഴിയായ അല്ലോഹലൻ ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക. അപ്പം ആ നോവലിലൂടെ നൽകുന്ന ഒരു സന്ദേശം മതേതരത്വത്തിൻ്റെ സന്ദേശമാണ്. അത് ശരിക്കും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ നമ്മുടെ മനോരമ രാജീവ് ശിവശങ്കറുമായിട്ട് ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്. പുസ്തകത്തിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം കൂടെ പറയും. ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം പറയാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പക്ഷേ എനിക്കിത് ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്, ഇങ്ങനെയായിരുന്നു നന്നായെന്ന് ഞാൻ പറയും. അപ്പോൾ നിരവധി എഴുത്തുകാർ, നമ്മുടെ ടി.ഡി. രാമകൃഷ്ണൻ്റെ എല്ലാ പുസ്തകവും ഞാൻ വായിച്ചു. ആൽഫയാണ് ആദ്യത്തെ പുസ്തകം, പച്ച മഞ്ഞ ചുവപ്പ് അദ്ദേഹം റെയിൽവേ ഉദ്യോഗസ്ഥനായി. അത് പിന്നീട് അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രമുഖമായ പുസ്തകം നമ്മുടെ ഫ്രാൻസിസ് ഇട്ടിക്കോര ഏറ്റവും കൂടുതൽ ആൾ വായിച്ച പുസ്തകമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ ഒരു പുസ്തകം ഇറക്കിയാൽ എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പോൾ രസകരമായൊരു കാര്യം, അദ്ദേഹം എന്നോട് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഇല്ലത്താണ് പോയത്. ഞാൻ പറയാം, ഇപ്പോൾ അദ്ദേഹമാണ് ഈ ഭ്രമയുഗത്തിൽ എൻ്റെ തിരക്കഥ എഴുതിയ ആൾ. അപ്പോൾ എന്നോട് പറയുന്നത്, ഇപ്പോൾ കോരപ്പാപ്പൻ്റെ പ്രതിമ വെക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരനെ പറഞ്ഞത്. വരുന്നുണ്ടല്ലോ കോരപ്പാപ്പൻ്റെ പ്രതിമ വെക്കണമെന്ന് നാട്ടുകാരൊക്കെ പറയുന്നു. കോരപ്പാപ്പൻ എന്ന് പറയുന്നൊരു സാങ്കല്പിക കഥാപാത്രമാണ്. ആ പ്രദേശത്തെ നമ്മുടെ കുന്നംകുളം ഉൾപ്പെടെയുള്ള സ്ഥലത്തെ പഴയ ക്രിസ്ത്യൻ ഫാമിലികളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നാട്ടുകാർ പറഞ്ഞ കോരപ്പാപ്പൻ്റെ പ്രതിമ, കോരപ്പാപ്പൻ ആളില്ല, അത്രമാത്രം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതെത്തി. അപ്പോൾ ഈ അത്രമാത്രം വായിക്കുന്ന ഒരാൾ, പക്ഷേ ഈ വായനയെക്കുറിച്ചോ എഴുത്തിനെക്കുറിച്ചോ ഒന്നും പ്രസംഗങ്ങളിൽ അതൊന്നും അധികം പരാമർശിച്ച് കാണാറില്ല. അത് ബോധപൂർവമാണോ അതോ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇത്രയധികം രമേശ് വായിക്കൂ എന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാ. അത് സംസാരിക്കുമ്പോൾ അതൊക്കെ പരാമർശിച്ചാൽ അത് ചിലപ്പം വന്നെന്ന് വരാം. അത് അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മൾ പ്രസംഗിക്കുന്നതെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളല്ലേ. നമ്മൾ രാഷ്ട്രീയത്തിൽ ഇത് പറഞ്ഞാൽ അത് അതിന് സന്ദർഭമായി ചേരത്തില്ല. അതേസമയം എന്നെ വിളിക്കുന്ന സാംസ്കാരിക പരിപാടികളിലോ ഒക്കെ ഞാനിത് പറയാറുണ്ട്. പക്ഷേ സാംസ്കാരിക പരിപാടികൾ വളരെ കുറച്ചേ നമ്മളൊക്കെ പങ്കെടുക്കാറുള്ളൂ. ഈ വടകര നടന്ന കടത്തനാട് ഒരു ഫെസ്റ്റ് പോലെ പുസ്തകം നന്നായിട്ട് ഞാൻ സംസാരിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും സാഹിത്യ വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. അവസരം കിട്ടിയാൽ ഇനി സംസാരിക്കും. ഇങ്ങനെ ഇത്രയും വായിക്കുമ്പോൾ നമുക്ക് സാറിന് വായിക്കുന്നവർക്കൊക്കെ ഒന്ന് എഴുതി നോക്കാം എന്ന് തോന്നാം അല്ലേ? അങ്ങനെ ഒരു കൈ നോക്കാറായോ? അങ്ങനെ ഞാൻ പണ്ടേ എഴുതുമായിരുന്നു, എന്നെ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാത്തതുകൊണ്ടാണ്. ചെറുകഥകളൊക്കെ എഴുതുമായിരുന്നു, അത് കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പുസ്തകം ഏതാണ്ട് ഒരു നോവൽ ഇങ്ങനെ ഏകദേശം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ജനുവരിയിൽ പബ്ലിഷ് ചെയ്യണമെന്നുള്ളതാണ്. ഒരു അമേരിക്കൻ കേരളവുമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ്. അത് ഏതാണ്ട് പൂർത്തിയാവാറായോ? അത് ഏകദേശം പൂർത്തിയായി. പഴയ കാലഘട്ടത്തെക്കുറിച്ചാണോ അതോ ഇപ്പോഴത്തെ? അല്ല, പഴയ കാലഘട്ടത്തിൽ പുതിയതും പഴയതും അതിനകത്തുണ്ട്.
അപ്പോൾ ഷിക്കാഗോ കേന്ദ്രീകരിച്ചുള്ള ഒരു ഇത്, അത് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ മറ്റൊരു എൻ്റെ മനസ്സിലുള്ളത് കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ചരിത്രവും സാമൂഹ്യ ജീവിതവും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു നോവലാണ്. ഇത് രണ്ടെണ്ണമാണ് മനസ്സിൽ തോന്നുന്നത്. പിന്നെ സമയം കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അതായത് ഈ എപ്പോഴാണ് ഈ എഴുത്തിനും വായനയ്ക്കും ഒക്കെ വായന രാത്രി മുഴുവൻ, രാത്രി മുഴുവൻ ഇരുന്ന് വായിക്കും. പിന്നെ യാത്രകളിൽ വായിക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷമാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന. ഞാൻ ഈ പുസ്തകത്തിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ പുസ്തകം എടുത്ത് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ തോന്നുന്നു. പുസ്തകം തുറന്ന് നമ്മളൊന്ന് മണപ്പിച്ചാൽ ഭയങ്കര ഒരു രസമാണ്. ഫിക്ഷൻ മാത്രമേ എഴുതുന്നുള്ളൂ, വേറെ എന്തെങ്കിലും അല്ലാതെ? അല്ല, ഫിക്ഷനും ചരിത്രവും കൂടെ ചേർത്താണ്. കുട്ടനാടുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചില ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇത്തിരി ടൈം എടുക്കും, ബൃഹത്തായ ഇതായിരിക്കും. ഇത് തുടങ്ങി എന്നുള്ള അല്ലേ? അല്ല, ആശയം രൂപപ്പെട്ടു വന്നു. ഇനിയിപ്പോൾ അത് എഴുതിലേക്ക് മാറണം. ഇതൊന്നും ഞാൻ ആരോടും പറയാറില്ല. അതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഹിന്ദി പഠനം ഉണ്ടായിരുന്നല്ലോ, ഹിന്ദി വിദ്വാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഹിന്ദി വിദ്വാനായി അല്ലേ? അല്ല, RBV രാഷ്ട്രഭാഷാ വിശാരദ്. വിശാരദ. ഓക്കെ. അപ്പം പിന്നെ ഈ ഹിന്ദിയിൽ പുസ്തകങ്ങൾ ഹിന്ദി തന്നെ വായിക്കുന്ന, ട്രാൻസ്ലേഷൻ അല്ലാതെ തന്നെ വായിക്കും അല്ലേ? വായിക്കും. അതിഷ്ടമാണോ? അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഹിന്ദി ലാംഗ്വേജ് എളുപ്പമാണ്. നമുക്ക് പല സംസ്കൃതമാണല്ലോ നമ്മുടെ ഭാഷകളുടെ അടിസ്ഥാനം. സംസ്കൃത പദങ്ങൾ നമ്മൾ മലയാളത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദി വായിക്കാനും എഴുതാനും ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചു. എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹിന്ദി വിദ്യാലയത്തിൽ അന്ന് നാട്ടിൽ ഹിന്ദി പ്രചാരകന്മാരുണ്ട്. ജയശ്രീ ഹിന്ദി വിദ്യാലയം എന്ന ചെന്നിത്തല സ്കൂളിന് മുമ്പ് ഉള്ളൊരു വിദ്യാലയത്തിൽ ബാലൻപിള്ള സാർ എന്ന് പറഞ്ഞ സാർ അവിടെ പഠിപ്പിക്കും. അപ്പോൾ അച്ഛൻ എന്നെ അവിടെ കൊണ്ടുവിട്ട ചുമ്മാ ഹിന്ദി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാഥമിക എഴുതി, മദ്യം എഴുതി, രാഷ്ട്രം എഴുതി, വിശാരദായി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ രാഷ്ട്രഭാഷാ വിശാരദ്, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയാണ് അത് നടത്തുന്നത്. അപ്പോൾ രാഷ്ട്രപതിയാണ് എൻ്റെ ചെയർമാനൊക്കെ. അപ്പോൾ ആ പുസ്തകം അത് പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് വേണേൽ ഇംഗ്ലീഷ് എഴുതിയെടുത്താൽ ഡിഗ്രി കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ പിന്നെ കോളേജിൽ പോയി. ഭാഷയ്ക്ക് ഏറ്റവും എളുപ്പം ഹിന്ദിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ, മലയാളം കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദിയിലെ ഏറ്റവും പ്രസിദ്ധമായ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കൊച്ചി ബ്യൂറോയുടെ ചീഫ് രാജീവിനെ കണ്ടു. രാജീവിൻ്റെ അച്ഛനാണ് രാജഗോപാലൻ സാറാണ് ഏറ്റവും മനോഹരമായ രാമചരിതമാനസ്, രാമായണമാണ്. നമ്മളിവിടെ കിളിപ്പാട്ട് പോലെ എഴുത്തച്ഛൻ്റെ രാമായണം വായിക്കുന്നതിനൊക്കെ 100 ഇരട്ടി നമുക്ക് ഇൻഫർമേറ്റീവും സന്തോഷം നൽകുന്ന ഒന്നാണ് രാമചരിതമാനസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. പക്ഷേ അത് നമ്മുടെ മാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോയി. അത് ഈടുറ്റ ഗ്രന്ഥമാണ്. ഞാൻ മുഴുവൻ വായിച്ചു, മലയാളത്തിലേക്കുള്ളത് വായിച്ചു. രാമചരിതമാനസ് ഞാൻ പണ്ട് കാശിയിൽ വെച്ച് വായിച്ചിട്ടുണ്ട്. കാശിയിൽ പ്രോഗ്രാമിന് പോയപ്പം അവിടുന്ന് വാങ്ങിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ മൈഥിലി ശരൺ ഗുപ്ത ഹിന്ദി സാഹിത്യത്തിലെ ഏറ്റവും വലിയ കവിയാണ്. അതോടൊപ്പം തന്നെ കബീർദാസിൻ്റെ കവിതകൾ. അങ്ങനെ ഇപ്പോഴും ഞാൻ ഹിന്ദി നോവൽ കിട്ടിയാൽ വായിക്കും. ഹിന്ദിയിൽ എഴുതും. ഹിന്ദി നന്നായിട്ട് എഴുതുന്നു. ഈ ഹിന്ദി പഠനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഹിന്ദി പഠനം ഒരു തരത്തിൽ പറയുന്ന രാഷ്ട്രീയത്തിൽ വളരെ ക്രൂഷ്യലായി അല്ലെങ്കിൽ ഭയങ്കര സഹായകരമായി. ഞാൻ കേട്ടിട്ടുണ്ട് രമേശ് തൃശ്ശൂരിലെ KSUവിൻ്റെ സമ്മേളനം അല്ലേ, ജൂബിലി സമ്മേളനത്തിൽ അവിടെ ഹിന്ദിയിൽ അല്പം പ്രസംഗിച്ചു. രാജീവ് ഗാന്ധി അത് കേട്ടു. അതിനുശേഷമാണ് ഡൽഹിയിലേക്കുള്ളൊരു വിളി വന്നത് എന്നുള്ളത്. അങ്ങനെ തന്നെയാണോ സംഭവം? അന്ന് ഞാൻ KSU പ്രസിഡൻ്റായിരുന്നു. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതിൽ ഈ ജൂബിലി സമ്മേളനം തൃശ്ശൂർ നടത്തി. ലീഡറാണ് അതിൻ്റെ എല്ലാം അറേഞ്ച്മെൻ്റ് എല്ലാം പാർട്ടിക്കാരാണ് ചെയ്തത്. പക്ഷെ വലിയ റാലിയായിരുന്നു. ആ റാലിയിലേക്ക് ഞങ്ങൾ ആഗ്രഹിച്ച രാജീവ് ഗാന്ധി വരണം. രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ജസ്റ്റ് വരുന്ന സമയം. പുള്ളി അന്ന് ഒരു ഗാന്ധി തൊപ്പിയൊക്കെ ധരിച്ചാണ്. പുള്ളി അരുൺ നെഹ്റുവും കൂടെ ആണ് വന്നത്. അപ്പം ഞാനിങ്ങനെ മലയാളത്തിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഹിന്ദി കൂടെ പ്രസംഗിച്ചു. അത് പുള്ളിയെ വളരെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷമാണ് എന്നെ NSUയുടെ ദേശീയ പ്രസിഡൻ്റായിട്ട് വിളിക്കുന്നത്. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് നേരിട്ട് വിളിച്ച് രാജീവ് ഗാന്ധി എന്നെ അല്ലേ വിളിച്ചത്. ഞാനന്ന് കൂത്തുപറമ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ KSUവിൻ്റെ ക്യാമ്പിലായിരുന്നു. അന്ന് ഫോണൊന്നുമില്ലല്ലോ. അപ്പം തൊട്ടടുത്ത് ഒരു വീട്ടിൽ ഫോൺ ചെയ്ത് ലീഡർ പറയുകയാണ്. അപ്പം ഞാനവിടെ പോയി ഫോൺ എടുത്തു. അപ്പം എന്നോട് പറയുകയാണ് ഉടനെ ഡൽഹിക്ക് പോകണം,
ഞാൻ ചോദിച്ചു എന്താ കാര്യം, നമ്മൾ ആദ്യമായിട്ട് ഡൽഹിയിൽ പോവാം, MLA ആണെന്ന്. അത് രാജീവ് ഗാന്ധി കാണണമെന്ന് പറഞ്ഞു, പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ പോയി കണ്ടപ്പോഴാണ് ഈ അസൈൻമെൻറ്റ് തന്നത്. അങ്ങനെ നോക്കുമ്പോൾ രാജീവ് ഗാന്ധിയാണോ ശ്രീ കെ കരുണാകരനാണോ ഈ താങ്കളുടെ രാഷ്ട്രീയ വളർച്ചയിൽ ഏറ്റവും വലിയ സംഭാവനകളോ അല്ലെങ്കിൽ ശക്തിയോ ഒക്കെ ആയിരുന്നു? ഇവർ രണ്ടുപേരിൽ ആരായിരുന്നു? രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്, ഒരു പടി കൂടുതൽ ലീഡർ തന്നെയായിരുന്നു. കാരണം ഞാൻ KSUവിൻ്റെ പ്രസിഡൻ്റ് ആക്കാനും അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്നെ MLA ആക്കാനും, എന്നെ MLA ആക്കിയപ്പോൾ ഒരു വലിയ തടസ്സമുണ്ടായിരുന്നു. അന്ന് വാസുദേവ പണിക്കർ വലിയ സജീവമുള്ള കാലമാണ് AICC. അദ്ദേഹം മറ്റൊരു പേര് പറഞ്ഞു, MM ജേക്കബ് സാറാണ് ലിസ്റ്റുമായിട്ട് പോയി. അപ്പോൾ ഇന്ദിരാഗാന്ധി തന്നെ പറഞ്ഞു, നോ KSU പ്രസിഡന്റ് ഷുഡ് ഗെറ്റ് എ ടിക്കറ്റ്. നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ടാണ് അങ്ങനെ വന്നു. പിന്നെ ലീഡർ അക്കാര്യത്തിൽ വളരെ സഹായിച്ചിട്ടുണ്ട്. മന്ത്രിയാവുന്നതിൽ ലീഡറും രാജീവ് ഗാന്ധിയും തമ്മിലുള്ള ഒരാശയവിനിമയത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളിനെ വെക്കണം എന്നുള്ളത്. എന്നിട്ടും പക്ഷേ ലീഡറുമായിട്ട് പിന്നീട് അകലേണ്ടി വന്നു. അന്ന് GK MP ഗംഗാധരൻ്റെ ഒഴിവിലാണല്ലോ വരുന്നത്. അന്ന് G കാർത്തികേയൻ ആണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടത്. അപ്പോൾ GK പോലും മാറ്റി നിർത്തിയാണ് രമേശിക്ക് അന്ന് തീരുമാനം വന്നത്. പക്ഷേ പിന്നീട് ലീഡറുമായിട്ട് അകൽച്ചയിലായി. അതായത് അകൽച്ചയ്ക്കിടയിൽ ഞങ്ങൾ കണ്ടു ഒരു ഇലയിൽ നിന്ന് ഊണ് കഴിക്കുന്ന ചിത്രവും കണ്ടു. ഈ ലീഡറുമായിട്ടുള്ള ഈ അകൽച്ചയുടെ അടുപ്പത്തിൻ്റെയൊക്കെ ഒരു രസതന്ത്രം എന്തായിരുന്നു? തീർച്ചയായിട്ടും ലീഡറുമായിട്ട് വളരെയേറെ അടുപ്പമുണ്ടായിരുന്നു. എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഞാൻ മന്ത്രിയാകാൻ എന്നോട് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്, കല്യാണം നടത്താൻ പോവാണ്. അല്ല അദ്ദേഹം പറഞ്ഞ് ഉടനെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് മന്ത്രിയായത്. എൻ്റെ ഭാര്യ എപ്പോഴും പറയും, എൻ്റെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾ മന്ത്രിയായത്. ശരിയാണോ? അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ ലീഡറോട് പറഞ്ഞത് എന്താണ്, കാർത്തികേയനാണ് എന്നേക്കാൾ സീനിയർ, അതുകൊണ്ട് കാർത്തികേയനാവട്ടെ എന്ന്. അപ്പം ലീഡർ പറഞ്ഞു അത് പറ്റില്ല, കാരണം MP ഗംഗാധരനെതിരെ ആരോപണം ഉന്നയിച്ച് കാർത്തികേയനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. ആ ആളിനെ തന്നെ മന്ത്രിയാക്കിയാൽ ഗംഗാധരനാകെ പ്രശ്നമുണ്ടാകും. അതാണ് പുള്ളി പറഞ്ഞൊരു പോയിന്റ്. തെന്നല ബാലകൃഷ്ണപിള്ള സാറിനെ അന്ന് മന്ത്രിയാക്കാനായിരുന്നു ലീഡർ ആദ്യം ആഗ്രഹിച്ചത്. അതിനുശേഷമാണ് രാജീവ് ഗാന്ധിയായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം എന്നെ വെക്കുന്നത്. പക്ഷേ GKക്ക് കുറച്ചൊരു വിഷമമൊക്കെ ഉണ്ടാക്കിയൊരു സ്വാഭാവികമല്ലേ, ഞങ്ങൾ തമ്മിൽ വളരെയേറെ എന്നെക്കാൾ സീനിയറാണല്ലോ കാർത്തികേയൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റുമായിരുന്നു. അപ്പോൾ ആ സ്നേഹം എന്നും എനിക്ക് അദ്ദേഹത്തോടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് കഴിഞ്ഞിട്ടാണ് മുരളിയുടെ രാഷ്ട്രീയ രംഗപ്രവേശം ഉണ്ടാകുന്നത്. അതേ തുടർന്നാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനിടയിലും KSUവിനിടയിലൊക്കെ വലിയ ഒരു അസ്വസ്ഥത ഉടലെടുത്തത്. അങ്ങനെയാണ് തിരുത്തൽവാദം ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മക്കൾ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിൽക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നൊരു തെറ്റായി തോന്നുന്നില്ല. പക്ഷെ അന്ന് അതായിരുന്നില്ല. ഈ KSUവിലെയും അങ്ങനെ മലയാള മനോരമയിലെ സോമൻ പുള്ളിയാണ് ഈ പേരിട്ടത്. അത് വലിയ കാര്യമാണ്. തിരുത്തൽവാദം എന്ന പേരിട്ടത് സോമനാണ്. സോമൻ അന്ന് തിരുവനന്തപുരത്ത് മനോരമ വർക്ക് ചെയ്യാം. അപ്പം പുള്ളിയാണ് ഈ പേരിട്ടത്, തിരുത്തൽവാദം. ഞങ്ങളെ തിരുത്തൽവാദികൾ എന്ന് വിളിച്ചതും അതെ. ഒരു സിനിമ വരെ ഇറങ്ങി തിരുത്തൽവാദി. ഈ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അസ്വസ്ഥത പറഞ്ഞു. താങ്കൾക്കും അസ്വസ്ഥത ഉണ്ടായിരുന്നില്ലേ? അതിനകത്ത് ഉണ്ടായിരുന്നു, വളരെയേറെ കോൺഗ്രസ്സുകാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങളെ അതിന് പ്രേരിപ്പിച്ചത്. പക്ഷെ പിന്നീട് നമ്മുടെ പാർട്ടിയല്ലേ, പാർട്ടീനൊന്നും വിട്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് സംസാരിച്ചെല്ലാം കോംപ്രമൈസായി പാർട്ടി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷേ അതിനിടയിൽ ഞാൻ അധികം വരാത്തൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മത്സ്യബന്ധന മന്ത്രിസഭയിൽ, അത് രാജീവ് ഗാന്ധിയുടെ നിര്യാണത്തിന് ശേഷമുള്ള മത്സ്യബന്ധന മന്ത്രിസഭയിൽ അന്ന് താങ്കളെ ഉൾപ്പെടുത്താൻ ഏതാണ്ട് തീരുമാനിച്ചിരുന്നെന്നും ലീഡറാണ് അതിന് മുൻകൈ എടുത്തതെന്നും പിന്നീട് അത് നടക്കാതെ പോയി. അതിന് പിന്നിൽ ഇവിടെ നിന്ന് വന്ന ചില എതിർപ്പുകൾ ഉയർന്നതാണ്. അതിന് പകരമാണെന്ന് മമതാ ബാനർജി മന്ത്രിയായത്. അത് ശരിയാണോ ആ സംഭവങ്ങൾ? ഞാൻ കോട്ടയത്തു നിന്ന് ഞാൻ MP ആയിരിക്കുന്ന സമയത്താണ് ഞാൻ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡൻ്റ് ആവുന്നത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് യൂത്ത് ആൻഡ് സ്പോർട്സ് മിനിസ്ട്രി കൊടുക്കുക എന്നുള്ള അവിടെ ഒരു ആലോചന വന്നു. അപ്പോൾ എന്നോട് പറയുകയും ചെയ്തു സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുമെന്നുള്ളത്. പക്ഷേ അത് സത്യപ്രതിജ്ഞ നടന്നില്ല. കാരണം അവിടെ പിന്നെ കൃഷ്ണകുമാറിനെ തന്നെ വീണ്ടും മന്ത്രിയായി നിയോഗിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ രാജീവ് ഗാന്ധിക്ക് എന്നെ എടുക്കണമെന്ന് തന്നെയായിരുന്നു. ആരാ വിളിച്ച് പറഞ്ഞത്? രാജീവ്ജിയാണോ അതോ സോറി ആ സമയത്ത് പറഞ്ഞത്? അത് പറയുന്നത് PM-ൻ്റെ ഓഫീസിൽ റെഡി ആയിരിക്കാം. ലീഡറല്ല, ഇവിടുന്ന് ലീഡറിൻ്റെ നിർദ്ദേശമായിരുന്നില്ല. അതിനകത്ത് ലീഡർക്ക് എന്നോട് എന്തോ ആ പരിഭവം ഉണ്ടല്ലോ, മറ്റേ ഇഷ്യൂ
അന്ന് ഇഷ്യൂ ഇല്ല, അന്ന് മുരളിയും പാർലമെൻറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്. മുരളിയെ ആക്കണമെന്നുണ്ടായിരുന്നോ ലീഡർക്ക്? മുരളിയെ ഇല്ല അങ്ങനൊന്നുമില്ല. ഇല്ല. മുരളി ഫസ്റ്റ് ടൈം വന്നാൽ ഞാൻ സെക്കൻഡ് ടൈമായിരുന്നു. ഞാൻ പിന്നെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയാണ് മമതാ ബാനർജി മിനിസ്റ്റർ ആവുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ആ കോട്ടയിൽ മമതാ ബാനർജി ഞങ്ങൾ ഒരുമിച്ച് ജനറൽ സെക്രട്ടറിമാരായിരുന്നു ആനന്ദ ശർമ്മയുടെ കമ്മിറ്റിയിൽ. അത് കഴിഞ്ഞിട്ട് മമതാ ബാനർജി എൻ്റെ കൂടെ, ഞാൻ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയപ്പോൾ എൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു. അവരുടെ ആത്മകഥയിൽ 4 പേജ് എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കാരണം ഭയങ്കര സ്ട്രോങ് ആളാണ് പുള്ളി. ഞങ്ങൾ തമ്മിലുള്ള വഴക്കും എല്ലാം എഴുതിയിട്ടുണ്ട്. അന്ന് ഈ സമകാലികരായിരുന്നവർ മമതാ ബാനർജി, കിരൺകുമാർ റെഡ്ഡി, അശോക് ചവാൻ, ഇവരൊക്കെ പിന്നീട് മുഖ്യമന്ത്രിമാരായി. അതൊരു മനസ്സിൽ കിടക്കുന്ന ഒരു താരതമ്യമാണോ അത്? അന്ന് ഇന്ത്യയിലെ യൂത്ത് കോൺഗ്രസ് രാജീവ് ഗാന്ധി ആണല്ലോ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ചാർജ് അദ്ദേഹത്തിനായിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കോൺഗ്രസ് പ്രസിഡൻറ്റുമാണ്. അപ്പം രാജീവ് ഗാന്ധി ഞങ്ങളോട് പറഞ്ഞത് ചെറുപ്പക്കാരെ പരമാവധി ഉയർത്തിക്കൊണ്ട് വരണം. അപ്പം നമ്മൾ പറയുന്ന സീറ്റൊക്കെ കൊടുക്കും, നമ്മൾ പറയുന്നവർക്ക് രാജ്യസഭ കൊടുക്കും. അങ്ങനെ രാജീവ് ഗാന്ധിയുടെ ഒരു പാറ്റേണേജിൽ ഞങ്ങൾ ഇന്ത്യ മുഴുവൻ പുതിയ ചെറുപ്പക്കാരെ, പുതിയ ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അന്ന് NSU പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും പുള്ളി എല്ലാ സ്റ്റേറ്റ് പ്രസിഡന്റുമാർക്കും ടിക്കറ്റ് തന്നു. കർണാടകത്തിലെ DK ശിവകുമാറിനെ അങ്ങനെയാണ്, ഞാനാണ് ആദ്യം ടിക്കറ്റ് കൊടുക്കുന്നത്. അന്ന് പ്രസിഡന്റ് വിനയകുമാർ സോർക്കെ, ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു. ശിവകുമാറിനെ കണ്ടെത്തിയത് ഞാൻ അന്ന് ടിക്കറ്റ് കൊടുക്കുന്നത്, അന്ന് ജനറൽ സെക്രട്ടറി ആക്കുന്നത്. എന്നിട്ട് ശിവകുമാറിനെ MLA ആക്കും. അതുപോലെ ഇന്ത്യയിലൊട്ടാകെ ധാരാളം ആളുകൾക്ക് രാജീവ് ഗാന്ധി സ്റ്റേറ്റ് പ്രസിഡന്റുമാർക്ക് ടിക്കറ്റ് കൊടുത്തു. യൂത്ത് കോൺഗ്രസ് വന്നപ്പോഴും അദ്ദേഹം കൊടുത്തു. പക്ഷേ എനിക്കിന്ന് സന്തോഷമുള്ളത്, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഒരു 10 വർഷം എടുത്തു നോക്കിയാൽ അവരൊക്കെ വലിയ നേതാക്കന്മാരായി വളർന്നു. മമതാ ബാനർജി, അതോടൊപ്പം തന്നെ മമതാ ബാനർജി ഞാനുമായിട്ട് ഉടക്കാൻ കാര്യം അവർക്ക് അവരുടേതായ എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും വേണം, സ്റ്റേറ്റ് ഭാരവാഹികളും വേണം. ഞാൻ പറഞ്ഞത് അത് ശരിയല്ല, അവിടെ ബംഗാളിൽ മറ്റ് നേതാക്കന്മാരുണ്ട്. അപ്പോൾ രാജീവ് ഗാന്ധി എന്നെ റൂൾ ഔട്ട് ചെയ്തിട്ട് പറഞ്ഞു അത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസ്സിന് വേരുണ്ടാകുന്നത്. അന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരായിരുന്ന മുഴുവൻ ആളുകളും പിന്നെ തൃണമൂൽ കോൺഗ്രസ്സിൽ പോയി വലിയ മൂവ്മെൻ്റ് ആകുന്നു. എന്നെ മമതാ ബാനർജി 3-4 യോഗങ്ങളിൽ, വലിയ യോഗങ്ങളിൽ അന്ന് കൊണ്ടുപോയിട്ടുണ്ട്, IYC പ്രസിഡന്റ് എന്നുള്ളത്. അപ്പോൾ എനിക്കത് സന്തോഷമുണ്ടെന്ന് പറയാൻ കാര്യം ഇവരെല്ലാം വലിയ നേതാക്കന്മാരായി. മമതാ ബാനർജിയായി, അശോക് ചവാൻ എൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്. അത് SP ചവാൻ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ വൈസ് പ്രസിഡന്റ് ആക്കുന്നത്. SP ചവാൻ്റെ മോനാണ്. അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കി. അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രി, മുഖ്യമന്ത്രിയായി. കിരൺകുമാർ റെഡ്ഡി ഞാൻ എൻ്റെ കൈകൊണ്ട് സെക്രട്ടറി ആക്കിയ ആളാണ്, ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായി. അതുപോലെ ഞാൻ ചോദിച്ചത് അതുതന്നെയാണ്. അങ്ങനെ ഒരു ഇവരെല്ലാം മുഖ്യമന്ത്രിമാരായി നമുക്കൊരവസരം നിഷേധിക്കപ്പെട്ടു എന്നുള്ള ഉള്ളിലൊരു തോന്നൽ ഉണ്ട്. അല്ല, അതിൻ്റെ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളിത് കൊണ്ടൊന്നും ഏതെങ്കിലും പ്രതീക്ഷയോടുന്നല്ലോ. രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശാനുസരണം ഇന്ത്യയിലെ എല്ലാ ചെറുപ്പക്കാർക്കും ഒത്തിരി മന്ത്രിമാർ, ആ കാലത്ത് കോൺഗ്രസിൻ്റെ ക്യാബിനറ്റുകളിൽ ഏറ്റവും ചെറുപ്പക്കാരായ മന്ത്രിമാരെ നമ്മൾ അന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ മേഖലകളിലും സംസ്ഥാനങ്ങളിലും നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നു. പലരും മുഖ്യമന്ത്രിമാരായി, ചിലർ ക്യാബിനറ്റ് മന്ത്രിമാരായി, ചിലർ MP മാർ. പക്ഷെ ഒരു സന്തോഷം എനിക്കുള്ളത്, അവരൊക്കെ ഏത് പാർട്ടിയിലാണെങ്കിലും ഇപ്പോഴും എന്നോട് കാണിക്കുന്ന ഒരു ആദരവ്. മുകുൾ വാസ്നിക് എൻ്റെ ട്രഷറായിരുന്നു, ഞാൻ കണ്ടെത്തിയ ആളാണ്. അവിനാഷ് പാണ്ഡെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റ്. അങ്ങനെ സംഘടനാ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഒത്തിരി നേതാക്കന്മാരെ നമ്മൾ കൊണ്ടുവന്നു. പിന്നെ അവസരം അല്ലേ, അരികത്തെ അവസരം കൂടെ ഒത്തിരി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അല്ല, ആ സമയത്തൊക്കെ ഡൽഹിയിലായിരുന്നല്ലോ പ്രവർത്തന കേന്ദ്രം. അതിനുശേഷം അല്ല, ചുണ്ടിനും കപ്പിനും ഇടയിൽ ധാരാളം സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. ഞാൻ ചോദിക്കാൻ വന്നത്, അന്ന് ഡൽഹിയിലായിരുന്നല്ലോ, ഡൽഹി പ്രവർത്തന കേന്ദ്രമായിരുന്നു. 2005 കേരളത്തിലേക്ക് വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്ന ആ തീരുമാനം എടുക്കുന്നത് അതിൻ്റെ വലിയ പങ്ക് അന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായിരുന്ന ഡൽഹിയിലുണ്ടായിരുന്ന AK ആൻ്റണി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് അത് വാസ്തവമാണോ? ആൻ്റണിയാണോ ആ തീരുമാനത്തിന്? തീർച്ചയായിട്ടും. അന്ന് കോൺഗ്രസിനകത്ത് ഭിന്നിപ്പുണ്ടായല്ലോ, ലീഡറെ DIC ഉണ്ടാക്കിപ്പോയി. അപ്പോൾ പിന്നെ ആൻ്റണിയാണ് ഏറ്റവും മുതിർന്ന നേതാവ്. അപ്പോൾ അദ്ദേഹം അന്ന് ചർച്ച ചെയ്തിട്ടാണ് അന്ന് ഉമ്മൻചാണ്ടിയുണ്ട്,
ഇന്ന് ശങ്കരനാരായണൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിനകത്ത് AK ആൻ്റണി ഒരു നിർണായകമായ നിലപാടെടുത്തപ്പോഴാണ് ഞാൻ KPCC പ്രസിഡന്റ്. അങ്ങനെ നോക്കുമ്പം ഈ ലീഡറുടെയും രാജീവ് ഗാന്ധിയുടെയും ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം ഈ രമേശ് ഒരു രാഷ്ട്രീയ വളർച്ചയിൽ ഗ്രൂപ്പ് വേറെയാണെന്ന് നമുക്കെല്ലാം അറിയാം. AKയുടെ ഒരു വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഗ്രൂപ്പ് വ്യത്യാസം. നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളല്ലേ. പക്ഷേ എന്നാലും AK ആൻ്റണിക്ക് എന്നോട് അന്ന് മുതൽ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു. എന്നെപ്പറ്റി എനിക്കൊരു അവസരം വന്നാൽ അദ്ദേഹം ഒരിക്കലും അതിനെ നോ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നും അദ്ദേഹത്തോട് ആ കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു. ഈ അന്ന് ഒരു വലിയ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്താണ് താങ്കൾ വന്നത്. കോൺഗ്രസിലെ പിളർപ്പ്, ലീഡർ പുറത്തു പോയി, പിന്നെ തിരിച്ചു വന്നു. അതിനുശേഷം 2011 ഗവൺമെൻറ് രൂപീകരിച്ചു അല്ലേ? താങ്കൾ KPCC പ്രസിഡന്റ്, ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് ആയിക്കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നമുക്ക് വലിയൊരു മാനസിക സംതൃപ്തി നൽകിയ ഒരു രാഷ്ട്രീയ ദൗത്യം അതുതന്നെയായിരുന്നു ആ തിരിച്ചു വരവ്. ആക്ച്വലി ഞാൻ റിലക്റ്റൻ്റ് ആയിരുന്നു തിരിച്ചു വരാൻ. കാരണം ഞാനന്ന് AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ. ഞാൻ ആ കാര്യത്തെക്കുറിച്ചല്ല രമേശ്, ഞാൻ ചോദിച്ചത് ഈ 2011 ഗവൺമെൻറ് റിഫോം. എൻ്റെ ദൗത്യം എന്തായിരുന്നു? എൻ്റെ ദൗത്യം കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരിക. അന്ന് ലീഡറും മറ്റെല്ലാവരും വിഘടിച്ച് പോയപ്പം ഇത് കോൺഗ്രസ്സാണ്, ഇത് യഥാർത്ഥ കോൺഗ്രസ് അല്ല എന്നായിരുന്നു പ്രചരണം. പക്ഷെ ഞങ്ങൾ ഉമ്മൻചാണ്ടി ഞാൻ ഒരു ടീമായിട്ട് പ്രവർത്തിച്ചു. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഭയങ്കരമായ അധ്വാനിച്ചിട്ടാണ് നമ്മുടെ 2010 പഞ്ചായത്ത് ഇലക്ഷൻ 70% പഞ്ചായത്തിലാണെന്ന് പിടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് ചില സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന ചെറിയ അപാകത കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല ഭൂരിപക്ഷം കിട്ടിയത്. 2 സീറ്റിനാണ് നമ്മൾ ജയിക്കുന്നത്, 72 ആണ്. അപ്പം അന്ന് ഞാൻ മന്ത്രിയാവാതിരുന്നത് ഒരു രഹസ്യമാണ്. അതിപ്പോൾ ഞാൻ പറയാൻ പറയാറായില്ലേ ആ രഹസ്യം? അതായിട്ടില്ല. അല്ല, മന്ത്രിസഭയിൽ ചേരാനുള്ള ഒരു നിർബന്ധം ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ലേ? എപ്പോഴും പറയുമായിരുന്നു മന്ത്രിയാവണമെന്ന്. പക്ഷെ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. അത് പിന്നീടത്തേക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറയാം അത്. പക്ഷെ പിന്നീട് മന്ത്രിയാവുകയും ചെയ്തു. അത് സോണിയാഗാന്ധി വിളിച്ച് സംസാരിച്ച് അന്ന് ഈ 5ാം മന്ത്രി വിവാദം വന്നപ്പോഴാണ്. എനിക്ക് മന്ത്രിയാവണം ഒരു താല്പര്യമില്ലായിരുന്നു. ഉമ്മൻചാണ്ടി എപ്പോഴും എന്നോട് പറയാം മന്ത്രിയാവണം എന്ന് പറയും. പുള്ളിയുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുള്ളിയുടെ ഭാഗത്ത് ആദ്യം ഉണ്ടായ പല കുഴപ്പങ്ങൾ കാരണമാണ് ഞാൻ വേണ്ട മതിയായ ചർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. അല്ല, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മന്ത്രിയാവാൻ എനിക്കൊരു താല്പര്യമില്ല. ഞാൻ 3 വർഷക്കാലം മന്ത്രി ആയില്ലല്ലോ. പക്ഷെ എന്നിട്ടും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ പരിപൂർണ പിന്തുണ. എപ്പോഴും കോൺഗ്രസ് സംഭവിക്കുന്നത് എന്താ? പാർലമെൻ്ററി പാർട്ടിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ആ ഗവൺമെൻറ് തലവേദന ഉണ്ടാക്കാൻ ഒരിക്കലും ഞാൻ ശ്രമിച്ചിട്ടില്ല. VM സുധീരനെ മന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് AK ആൻ്റണി, K കരുണാകരൻ്റെ സത്യപ്രതിജ്ഞാവേളയിൽ പോലും പോയില്ല. ഇതൊക്കെ ചരിത്രമാണ്. പക്ഷെ ഞാൻ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഞാൻ മുഴുവൻ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ഗവൺമെൻറ് നേരിട്ട പല പ്രശ്നങ്ങൾ, അതിനൊക്കെ ഞാൻ ഗവൺമെൻറ്റിനോടൊപ്പം, കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ്, അവരോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ അതിനോടൊപ്പം ഉറച്ചു പോകും. ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ ഉണ്ടാക്കിയില്ല. ഈ മന്ത്രിയായി അന്ന് ചേരാൻ ഒടുവിൽ തീരുമാനിച്ചിരുന്നല്ലോ. ആദ്യം ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അങ്ങനെയല്ലായിരുന്നു നിർദ്ദേശം? ആദ്യം ഉമ്മൻചാണ്ടി എറണാകുളം ആലുവ ഗസ്റ്റ് ഹൗസ് വെച്ച് എന്നോട് പറഞ്ഞത് ഉപമുഖ്യമന്ത്രി സ്ഥാനം വിത്ത് റവന്യൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ AK ആൻ്റണി വളരെ സ്ട്രോങ് ആയിരുന്നു. അങ്ങനെ പാടില്ല, രമേശിനെ മന്ത്രിസഭയിൽ എടുക്കുകയാണെങ്കിൽ അത് ആഭ്യന്തര വകുപ്പ് തന്നെ കൊടുക്കണമെന്ന്. റവന്യൂവിൻ്റെ കാര്യത്തിൽ താങ്കൾക്കും താല്പര്യം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ രമേശിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല റവന്യൂ എന്നുള്ള ഇതിനോട്? അല്ല, അങ്ങനെയല്ല. അപ്പം നമ്മുടെ പാർട്ടി ചർച്ച വന്നപ്പോൾ എനിക്ക് എന്നോട് താല്പര്യമില്ലെന്നും കൂടെ വന്നല്ലോ. പിന്നെ ഘടകകക്ഷി നേതാക്കന്മാരെ ഡൽഹിക്ക് വിളിക്കാൻ പക്ഷേ പോകാൻ പറ്റിയില്ല. പക്ഷേ അവസാനം സോണിയാഗാന്ധിയാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട, 3 വർഷമായല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല, ചേരണം. പിന്നെ അവർ ആദ്യം തന്നെ അവരെന്നെ വിളിച്ച് പറഞ്ഞു ചേരണം. അപ്പം ഞാൻ ചേരുന്നില്ല, അതിനുള്ള നിലപാടെടുത്തു. അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ വന്ന് പറയാമെന്ന്. ഞാൻ തിരിച്ചു പോയി കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പം അത് കഴിഞ്ഞ് എന്നെ പാർലമെൻറ്റിൽ നിർത്താൻ ശ്രമിച്ചു. മൻമോഹൻ സിംഗ് എന്നോട് പറഞ്ഞു യു ഷുഡ് ഹാവ് ഇൻ പാർലമെൻറ്റ്. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡൽഹിക്ക് വരാനെന്നുള്ളത്. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ പോലും എടുക്കാൻ അദ്ദേഹം ആലോചിച്ചാണ്. പക്ഷേ ഞാനിവിടെ ആണല്ലോ, ഞാൻ പാർലമെൻറ്റിൽ നിൽക്കുന്നില്ല. 2011 തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തോടെ നമ്മൾ അധികാരത്തിൽ വരണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത്. അന്ന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നുമില്ല കേരളത്തിൽ. ഞങ്ങൾ 14 സീറ്റ് ജയിച്ചു.
അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയും ഞാനും കൂടെ നയിച്ച ആ കാലത്ത് 14 ലോക്സഭാ സീറ്റ് ജയിച്ചു. അത് കഴിഞ്ഞാണ് അസംബ്ലി. ഈ രണ്ടുപേരും മത്സരിച്ചപ്പോൾ ഉള്ളിൽ ജയിച്ചാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാമെന്നുള്ള പ്രതീക്ഷ താങ്കൾക്കും ഉണ്ടായിരുന്നോ? അല്ല, ഞങ്ങൾ തമ്മിൽ മത്സരിക്കാൻ ഞാൻ ചോദിച്ചപ്പം എന്നോട് മത്സരിച്ചോളാൻ പറഞ്ഞു കേന്ദ്ര നേതൃത്വം. അങ്ങനെയാണ് ഞാൻ മത്സരിച്ചത്. അത് ഉമ്മൻചാണ്ടിയോട് കൺസൾട്ട് ചെയ്തിട്ടൊന്നും ആയിരുന്നില്ല. അപ്പോൾ അത് കുറച്ചൊരു വിവാദം ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാലും എന്നേക്കാൾ സീനിയറാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം ആകുന്നതിലൊന്നും ഞാൻ അങ്ങനെ അതൃപ്തിയൊന്നും പ്രകടിപ്പിച്ചില്ല. പിന്നീട് അതിനുശേഷം അടുത്ത ഗവൺമെൻറ് LDF ആണ് വന്നത്. ആ സമയത്ത് താങ്കൾ പ്രതിപക്ഷ നേതാവായി. അപ്പം 2021 തിരഞ്ഞെടുപ്പിലേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് താങ്കൾ പ്രതിപക്ഷ നേതാവായിരുന്നു. ഉമ്മൻചാണ്ടി തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് സമിതിയുടെ ചെയർമാനായിട്ട് ഒടുവിൽ വന്നു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വായിച്ചു. സാധാരണഗതിയിൽ മാറി മാറി ഗവൺമെൻറ്റുകൾ വരുന്ന രീതിയാണ് കാണാറുള്ളത്. പക്ഷേ അന്ന് സംഭവിച്ചത് LDFന് തുടർഭരണം കിട്ടുകയാണ് ഉണ്ടായത്. അന്ന് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവായിരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദം ആണ് ഈ നമ്മൾ പറയുന്ന അവസരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസരം. പക്ഷേ അപ്പം അത് നഷ്ടപ്പെട്ടു പോയി. ഏറ്റവും നിരാശ തോന്നിയ, ഞാൻ രണ്ട് തരത്തിലാണ് ചോദിക്കുന്നത്. ഗവൺമെൻറ് വന്നില്ല എന്നുള്ളതിൻ്റെ ഒരു നിരാശ ഒരിടത്ത്, പിന്നെ വരാവുന്ന ഒരു പദവിയിലേക്ക് വരാൻ പറ്റിയില്ല എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ ഒരു വലിയ നിരാശ തോന്നിയ ഘട്ടം തന്നെയായിരുന്നു അത്. എൻ്റെ അഭിപ്രായത്തിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാവുന്ന എല്ലാം ഞാൻ ചെയ്തോളാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുകയാണ്, അതിപ്പോഴും ഓടുന്നുണ്ട്. നടന്ന് ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഗവൺമെൻറ്റിനെ കോർണർ ചെയ്ത് 7 വിവാദ അഴിമതി കേസുകൾ ഉന്നയിക്കുകയും അതെല്ലാം പിണറായിക്ക് പിൻവലിക്കുകയും ചെയ്തു. പിണറായി ഇപ്പോൾ ഒരാൾ ഒരിക്കലും പിൻവലിക്കാത്ത ആളാണ്. 7 എണ്ണം ഞാൻ പിൻവലിപ്പിച്ചു. അതെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് വരുമെന്നാണ് ഞങ്ങളുടെ ധാരണ. അപ്പം കോവിഡിൻ്റെ കാലമാണ്. കോവിഡാണ് നമ്മളെ അക്കാര്യത്തിൽ ചതിച്ചത്. കാരണം നമുക്ക് വെളിയിറങ്ങാൻ പറ്റത്തില്ല. 5 പേര് സ്വതവേ കോൺഗ്രസ്സുകാർ വീടുകളിൽ പോകത്തില്ലെന്നാണ് ഞങ്ങളുടെ പറയുന്നത്. ഓരോ വീട്ടിലും പോകത്തില്ല, സ്ലിപ്പ് കൊടുക്കത്തില്ല, ഇതൊക്കെയാണ്. അപ്പോൾ കോവിഡ് കൂടെ വന്ന ശേഷം ഒരാൾക്ക് പോലും വെളിയിറങ്ങാൻ വയ്യാതായി. 4 പേര് 5 പേര് കൂടെ പോകാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായും കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. മാത്രമല്ല, ഗവൺമെൻറ്റാണ് കോവിഡ് സമയത്ത് സഹായിച്ചത്. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. എനി ഗവൺമെൻറ് ഇൻ പവർ ഹാസ് ടു ഹെൽപ്പ് ദ പീപ്പിൾ. ബ്രിട്ടനിലെ ബോറിസ് ജോൺസൺ ഏറ്റവും അൺപോപ്പുലർ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ കോവിഡ് മാനേജ്മെൻറ്റ് കൊണ്ട് അദ്ദേഹത്തിന് ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ വൻ വിജയമുണ്ടായി. മമതാ ബാനർജി വീണ്ടും വന്നത് കോവിഡ് മാനേജ്മെൻറ്റ് കൊണ്ടാണ്. തമിഴ്നാട്ടിൽ ADMK തോറ്റെങ്കിലും വലിയ ഭൂരിപക്ഷം സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ കോവിഡ് ജനങ്ങളെന്താ ധരിച്ചേ? കിറ്റ് കൊടുക്കുന്നു, അരി കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു, ആളുകൾക്ക് അലവൻസ് കൊടുക്കുന്നു. സർക്കാരിന് വലിയ റോള്. അപ്പോൾ ദ ഓപ്പോസിഷൻ ഡസൻ ഹാവ് എ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട്. നമ്മൾക്കിതൊക്കെ പറയാനല്ലേ പറ്റുമോ? ജനങ്ങൾ ധരിക്കുന്ന എന്താ? ഞങ്ങൾക്കിതൊക്കെ തരുന്നത് കാരണഭൂതനാണ് എന്നുള്ള ചിന്തയാണ് ആളുകൾക്ക്. ആ കാരണഭൂതൻ ഇതൊക്കെ തരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ വൈകുന്നേരം 6 മണിക്കുള്ള പ്രസംഗത്തിൽ ഇതെല്ലാം ആനുകൂല്യം പ്രഖ്യാപിക്കുകയല്ലേ. നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ നമുക്കൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അന്ന് കിട്ടിയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതിനുശേഷം അത് എനിക്ക് നിരാശയുണ്ടായത് മുഖ്യമന്ത്രിയാകാൻ അല്ല. അത് കേരളത്തിലെ കോൺഗ്രസിനെ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തിരികെ കൊണ്ടുവരാൻ കഴിയാത്തത് എനിക്ക് വിഷമമുണ്ട്, സ്വാഭാവികമായിട്ടും. ആ വിഷമം എനിക്ക് തോന്നുന്നു പിന്നീടും ഒരു വിഷമഘട്ടം തന്നെയാണ് രമേശിന് ശേഷം കടന്നുപോയത്. പിന്നെ പ്രതിപക്ഷ നേതാവായില്ല, കൂടെ നിന്ന പലരും അകന്നുപോയി എന്നുള്ളൊരു സ്ഥിതി വന്നു. വേണമെങ്കിൽ സ്വയം വിചാരിക്കാം വളർത്തി വലുതാക്കിയവരൊക്കെ തന്നെ കൂടെ ഒന്ന് മാറിപ്പോയി എന്ന് പറയുന്നു. അത് ഏറ്റവും ഒരു ജീവിതത്തിലെ ഒരു രാഷ്ട്രീയത്തിലെ ഒരു വിഷമസന്ധിയായിരുന്നു. അതിന് തീർച്ചയായിട്ടും ഒരു വിഷമമുള്ള കാലമായിരുന്നു. കാരണം ഞാൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മളോടൊപ്പം നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ധാരാളം ആളുകൾ സപ്പോർട്ട് ചെയ്തവർ നമ്മളെ വിട്ടു. അതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കാവുന്നതാണ് എന്ന് കരുതി നമ്മൾ എന്നോട് ശങ്കർ ദയാൽ ശർമ്മ ഞാനുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മകൾ ഗീതാഞ്ജലി ശർമ്മ NSUയുടെ ഞങ്ങൾക്ക് മുമ്പ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോഴും ഗീതാഞ്ജലി എടുക്കെ പോയിട്ടാണ് ഓരോന്ന് ചോദിക്കുന്നത്. അവരുടെ ഭർത്താവാണ് ലളിത് മാക്കൻ. അവർ 2 പേരെയും വെടിവെച്ച് കൊന്നു. പഞ്ചാബിലെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നു. അങ്ങനെ ശങ്കർ ദയാൽ ശർമ്മയായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. എന്നോടെപ്പോഴും പറയും, യു ഷുഡ് ഹാവ് പേഷ്യൻസ് ഇൻ പൊളിറ്റിക്സ്. പേഷ്യൻസ് ഉണ്ടാവണം. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു. 69 AICC പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം.
അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി 20 പോയിൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പോകരുതെന്ന്. അദ്ദേഹം പോയി, ഗവർണറായി, ഉപരാഷ്ട്രപതിയായി, രാഷ്ട്രപതിയായി. അങ്ങനെ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക എന്നുള്ള അതല്ല, പ്രണബ് മുഖർജി പാർട്ടി വിട്ടു പോയിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തെ AICC ഒരു കുടിസുമുറിയിൽ അദ്ദേഹത്തെ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് ചെയർമാനാക്കി. അദ്ദേഹം വന്നില്ലേ, അദ്ദേഹം പ്രവർത്തിച്ചില്ലേ. പൊളിറ്റിക്സിൽ അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം നടത്തുവാനുള്ള. ഞാൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം മാറിയ ശേഷമാണ് ഇപ്പോഴും ഞാൻ 24/7 എല്ലായിടത്തും പോവുക. പ്രവർത്തകർ നമുക്ക് സ്നേഹം തരുന്നു, ജനങ്ങൾക്ക് നമ്മളോട് പ്രതിബദ്ധത അല്ലെങ്കിൽ പ്രതിപത്തി ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എപ്പോഴും എവിടെ ചെന്നാലും, ഏത് ഗ്രാമത്തിൽ ചെന്നാലും 10 പേര് ഓടിക്കൂടും. അത് നമ്മളോട് സ്നേഹം കൊണ്ടാണ്. പക്ഷേ ഒരു വിമർശനവും രമേശിയെക്കുറിച്ചുണ്ട്. അതായത് താങ്കൾക്ക് ആരോടും ഒരു നോ പറയാൻ പറ്റുകയില്ല. ആരെന്ത് കാര്യം വന്നാലും യെസ് പറയും, അവരെ സന്തോഷിപ്പിക്കും. അപ്പം പക്ഷേ എല്ലാ യെസ്സും നമുക്ക് പാലിക്കാൻ പറ്റണമെന്നില്ല അല്ലേ, കുറച്ച് നോ പറയേണ്ടി വരും. അപ്പോൾ യെസ് എല്ലാം പറയുന്നവർ വിചാരിക്കും ഇതെല്ലാം നടക്കുമെന്ന് വിചാരിക്കും. അപ്പം അവസാനം നടക്കാതെ വരുമ്പോൾ അതൊരു ആത്മാർത്ഥത കുറവായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ശത്രുക്കളായിട്ട് മാറുകയും ചെയ്യാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് ആ ഒരു ഇത് സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതിലെന്തെങ്കിലും തിരുത്തൽ വരുത്തിയിട്ടുണ്ടോ? അല്ല, അത് വ്യക്തി നിർഭരമായ ഒരു കാര്യമാണ്. ഉമ്മൻചാണ്ടി അതുപോലെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഉമ്മൻചാണ്ടി കത്ത് കൊടുക്കുമായിരുന്നു, ആരെങ്കിലും ചെന്ന് ചോദിച്ചാൽ. അമേരിക്കൻ പ്രസിഡന്റ് ശുപാർശക്കത്ത് ആരെങ്കിലും കൊടുക്കും, മലയാളത്തിൽ എഴുതി പുള്ളി കൊടുക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പത്തിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങൾ രണ്ടുപേരും ആരോടും നോ പറയാത്തവരാണ് എന്നുള്ളതാണ്. നോ പറയാൻ പലപ്പോഴും എനിക്ക് കഴിയാതെ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. അത് ചിലർ എൻ്റെ ഒരു വീക്ക്നെസ്സായിട്ട് പറയും, ചിലർ ഗുണമായിട്ടും പറയും. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാൾ അയാളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പെട്ടെന്ന് കയറി നോ പറഞ്ഞാൽ അയക്കാതെ കൂടുതൽ വിഷമം ഉണ്ടാവുമല്ലോ എന്ന് കരുതി നോക്കട്ടെ, വരട്ടെ, നമുക്ക് ശ്രമിക്കാം, വിഷമിക്കണ്ട. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അത് എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ അങ്ങ് നോ പറഞ്ഞാൽ, കാരണം കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത സുജിത്തെ, ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, അലവൻസ് ഇല്ല. മന്ത്ലി അലവൻസോട് കൂടി പ്രവർത്തിക്കുന്നവരാണ് BJPയിലും CPMലും അല്ല. അപ്പോൾ സ്വന്തം മക്കൾക്ക് പാല് വാങ്ങിച്ചു കൊടുക്കേണ്ട പണം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ചിലവാക്കി പാർട്ടിയെ വളർത്തുന്ന പാവപ്പെട്ട പ്രവർത്തകരാണ്. കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട പ്രവർത്തകർ ഏത് പാർട്ടിയിലാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും CPM അല്ല, കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിലാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്താൽ വീട്ടിൽ പൂച്ചയത്ത് കിടക്കുകയായിരിക്കും അടുപ്പിൽ, എന്നാലും അവൻ മണ്ഡലം കമ്മിറ്റി യോഗത്തിന് പോകും. അതൊരു വിശ്വാസമാണ്, ആദർശത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനമാണ്. അപ്പോൾ അവരെ പോലുള്ള ആളുകൾ വരുമ്പോൾ നമുക്ക് അവരോട് തട്ടിക്കയറി രോഗത്തിൽ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നെന്നും പറയാൻ എനിക്ക് പറ്റില്ല. അതിപ്പോൾ എൻ്റെ ദൂഷ്യമാണെങ്കിൽ ആ ദൂഷ്യം എനിക്കൊരു ആഭരണമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ 2021 കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അന്ന് താങ്കൾക്ക് പകരം സതീശനാണ് പ്രതിപക്ഷ നേതാവായത്. അതങ്ങോട്ട് ആ സമയത്തും പിന്നീട് അങ്ങോട്ടുമൊക്കെ അതങ്ങോട്ട് പൂർണ്ണമായിട്ടും രമേശിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആരോപിക്കുന്നവരോ വിമർശിക്കുന്നവരോ ഉണ്ട്. അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് എനിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ള ഉമ്മൻചാണ്ടി തന്നെ എൻ്റെ ആത്മഹത്യയിൽ സണ്ണിക്കുട്ടിയുടെ ആത്മഹത്യയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി പോയി KC വേണുഗോപാലിനോട് ചോദിച്ചതാണ്, സംഘടനാ ചുമതല, നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ പറ, നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ എന്നോടും പറഞ്ഞു അങ്ങനെ മതിയെന്നു, നമുക്ക് ചോദിക്കാം എന്താണെന്ന്. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഞാൻ വരണമെന്ന്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. രോഗശയ്യയിൽ ബാംഗ്ലൂരിൽ പോയപ്പോൾ എന്നോട് ഒരു കാര്യം രഹസ്യം പറഞ്ഞു ഉമ്മൻചാണ്ടി. എന്നോട് പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞിട്ട് അല്ലല്ല എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ സ്ഥാനത്തേക്ക് വരില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് രമേശാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് പറയാൻ കഴിയാതെ 2021 അതെ, എനിക്കത് പറയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. എന്നോട് തുറന്നു പറഞ്ഞ, കാരണം എൻ്റെ മനസ്സിൽ അങ്ങനൊരു വിചാരമുണ്ടാകരുതെന്നാണ് അത് ഏറ്റവും അവസാനം എന്നോട് പറഞ്ഞ. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. അപ്പം അതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ടായി, സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ, വിഷമമുണ്ടായി. പക്ഷേ ഒരവസരത്തിലും കേരളത്തിലെ കോൺഗ്രസ്സിലോ പ്രതിപക്ഷ നേതാവിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു. ഞങ്ങൾ 18 വർഷക്കാലം ഉമ്മൻചാണ്ടി ഞാനും കൂടി ഒരു ടീമായി പ്രവർത്തിച്ചു. എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഞാൻ രാഹുൽ ഗാന്ധി എന്നെ വിളിപ്പിച്ചു, മാഡം ഫോണിൽ സംസാരിച്ചു. അത് എന്നെ വിളിപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ്
എന്നെ മാറ്റേണ്ടി വന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി. ആ സംസാരത്തിന് ശേഷം പിന്നെ എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരണം പറയാറായോ? അത് വേണ്ട. അല്ല, അദ്ദേഹം പറഞ്ഞ ഇത്രേ ഉള്ളൂ. അല്ല, അത് ഫ്രീ ആയിട്ട് ആണ്. ഗവൺമെൻറ് തോറ്റപ്പോൾ സ്വാഭാവികമായിട്ടും നേതൃത്വം കൊടുത്ത ആളുകൾ മാറണം. ഐ അഗ്രി. എനിക്കെന്താ പ്രശ്നം? പക്ഷേ എനിക്കൊരു കാര്യത്തിൽ വിഷമമുണ്ടായിരുന്നു. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ടോൾഡ് മീ ഏർലിയർ. എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ സതീശൻ്റെ പേര് പ്രപ്പോസ് ചെയ്യുമായിരുന്നു. എൻ്റെ പേര് ഉമ്മൻചാണ്ടിയാണ് പ്രപ്പോസ് ചെയ്തത്. അതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം. അലക്സാണ്ടർ പറമ്പിത്രയെ പാർട്ടി ലീഡർ ആക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. 9 പേരിൽ അലക്സാണ്ടർ പറമ്പിത്ര മാസ്റ്റർ ആണ് ലീഡറുടെ പേര് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് ചരിത്രമുണ്ട്. മുഖ്യമന്ത്രി പദത്തിലൊന്നും ആരും വഴക്കുണ്ടാക്കാറില്ല, അല്ലെ പ്രതിപക്ഷ നേതാവിന് ആരും വഴക്കുണ്ടാക്കാറില്ല. അത് ഞാൻ 2 പേരോടും പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മറ്റാരേക്കാൾ. അത് പറയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ഈ ഉമ്മൻചാണ്ടിയും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അതേ അടുപ്പം, അതേ പിന്തുണ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ, അതായത് സതീശനും രമേശിക്കും ഇടയിൽ ഉണ്ടോ? ഇപ്പോൾ ഉണ്ട്. ഞങ്ങളെല്ലാ കാര്യങ്ങളും ആലോചിച്ചാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ പിണങ്ങും. അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കാരണം വ്യക്തികളാകുമ്പോൾ വ്യക്തികൾക്ക് അവരുടെ നിലപാടുകളുണ്ടാവും. പക്ഷേ പൊതുവേ ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധം, ഇപ്പോൾ പ്രത്യേകിച്ചും നല്ല ബന്ധമാണ്. അങ്ങനെയാണ്. എന്താണ് സതീശൻ്റെ നേതൃത്വത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ? സതീശൻ്റെ നേതൃത്വത്തെക്കുറിച്ചുള്ള സതീശൻ നന്നായി കാര്യങ്ങൾ ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. മാത്രമല്ല പിണറായി ഗവൺമെൻറ്റിനെതിരായ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതും ഞാൻ കൊടുത്തത് സതീശൻ. അന്ന് ഒത്തിരി സീനിയേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ പരാതി പറയും. ഈസ് എ ഗുഡ് ഡിബേറ്റർ. ആ നിലയിൽ അദ്ദേഹം നല്ല പ്രതിപക്ഷ നേതാവാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പുറത്തുള്ളൊരു ചർച്ച, താങ്കളും വി ഡി സതീശനും KC വേണുഗോപാലും ഒക്കെ ഒരു മുഖ്യമന്ത്രി ആവാനുള്ള ഒരു കിടമത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കിടമത്സരം നിങ്ങൾക്കിടയിലുണ്ടോ? രാജീവ് ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയും കൂടി ഞങ്ങളെല്ലാം വിളിച്ചു. എന്നോട് പറഞ്ഞു, കോൺഗ്രസിൻ്റെ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാണെന്ന് രാജീവ് ഗാന്ധി പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞു, ഖാർഗെ തീരുമാനിക്കും. ഖാർഗെ പറഞ്ഞു, രാഹുൽ ഗാന്ധി തീരുമാനിക്കും. അപ്പോൾ പൊതുവെ അവർ തീരുമാനം എടുത്തു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഗവൺമെൻറ് കൊണ്ടുവരിക, തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതാണ് പ്രധാനം. ആ വാക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നു. നോക്കാം എന്നുള്ളത് വെയിറ്റ് ചെയ്യാം. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിനിടയിലാണല്ലോ നമ്മളിപ്പോൾ ഈ സംഭാഷണത്തിന് സമയം കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് അവസാന ഇതിലേക്കായോ. തദ്ദേശ തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ അടുത്ത, അതായത് വലിയ അവസരം തൊട്ട് മുന്നിൽ വരികയാണ്. UDF തിരിച്ചു വരാനുള്ള അവസരം. അതിനു മുമ്പുള്ള വലിയൊരു രാഷ്ട്രീയ അവസരമാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എന്താണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രതീക്ഷ? 2010 കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും വലിയ വിജയം. ഞാൻ KPC പ്രസിഡൻ്റാവും. 70% പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ നമ്മൾ ജയിച്ചു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ തോറ്റു. ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമാണ്, UDF അനുകൂലമാണ് കേരള രാഷ്ട്രീയം. 2010 അതേ വിജയം റിപ്പീറ്റ് ചെയ്യപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. UDF അനുകൂലമായ നല്ല തരംഗമാണ് എവിടെ ചെന്നാലും. ഇന്ന് രാവിലെ ഞാൻ TJ വിനോദ് MLA ആയിട്ട് ഞാൻ ഈ വീടുകൾ കയറുക. രാവിലെ ഇവിടെ നേരത്തെ വന്നല്ലോ, 9 മണിക്ക് വന്നുകൊണ്ട് കുറേ വീടുകൾ ഞാൻ കയറി. എല്ലാവരും ഹോൾ ഹാർട്ടഡായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ജനങ്ങൾക്ക് UDF തിരിച്ചു വരണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. 10 വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണം വിതച്ച വിനാശകരമായ പ്രവർത്തനങ്ങളിൽ മനംനൊന്ത് ജനങ്ങൾ ഇറങ്ങണം, ജനങ്ങൾക്ക് പിന്തുണ നൽകണമെന്നുള്ള ആഗ്രഹമുണ്ട്. മറ്റൊന്ന്, ഞാനാണ് ആദ്യമായിട്ട് വാർഡ് കമ്മിറ്റി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണമെന്ന് പറഞ്ഞു. താഴെത്തട്ട്. അതുകൊണ്ട് എന്തുണ്ടായി? വലിയ വിജയമുണ്ട്. അപ്പോൾ ഇത്തവണയും നമ്മൾ ആഗ്രഹിച്ചത് വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് റിബലുകളുടെ ശല്യം കുറവാണ്, വലിയ റിബലുകളില്ല. അതുപോലെ തന്നെ പ്രവർത്തകർ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവരെല്ലാം ഇറങ്ങി പ്രവർത്തിക്കും. അപ്പോൾ ഇത്തവണ പ്രവർത്തകന്മാർ ഭയങ്കര ആവേശത്തിലാണ്, ജനങ്ങളും അതാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തുടർഭരണമുണ്ടായതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിക്കുകയാണ്. ആരെയും മൈൻഡ് ചെയ്യാത്ത, ആരുടെയും പ്രശ്നങ്ങൾ കേൾക്കാത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പെറ്റീഷൻ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഞാനൊരു പൊന്മോതിരം ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ എനിക്ക് ഒരു പവൻ്റെ പൊന്മോതിരം കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം അദ്ദേഹം ഒരു പെറ്റീഷനും കൈകൊണ്ട് വാങ്ങിച്ചു. അദ്ദേഹത്തിന് ജനസമ്പർക്ക യാത്രയുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളിൽ നിന്ന് വളരെ അകലത്തിൽ നിൽക്കുന്നൊരു മുഖ്യമന്ത്രി. പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം ഇല്ല, പാർട്ടി ചർച്ചയില്ല.
ഇന്ന് പാർട്ടിയില്ല, പാർട്ടി എല്ലാം പിണറായിയാണ്. അങ്ങനൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നയനാരുടെ കാലത്തും EMSൻ്റെ കാലത്തും പിന്നീട് അച്യുതാനന്ദൻ്റെ കാലത്തും ഒക്കെ പാർട്ടി ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുമായിരുന്നു. ഇവിടെ ഗവൺമെൻറ് പാർട്ടിയെ നിയന്ത്രിക്കുകയാണ്. അതിൻ്റെ അപജയം ഇടതുപക്ഷത്തിനുണ്ട്, CPM-നുണ്ട്. അതുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ സുഹൃത്തിനോട് പറയാം, കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ, യഥാർത്ഥ കമ്മ്യൂണിസത്തിൽ മുഴുകി നിൽക്കുന്ന ആളുകൾ, അവർ ഈ ഗവൺമെൻറ് ഇനിയൊരു തുടർഭരണം ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ അനുകൂല അന്തരീക്ഷത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിനിടയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നിരിക്കുന്നത്. ആ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ മുതലേ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരാളാണ് താങ്കൾ. ഇപ്പോൾ വീണ്ടും പരാതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന സാഹചര്യം വന്നു. അപ്പോൾ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി ആവശ്യം ഭരണപക്ഷം രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിലുള്ള നിലപാട്? ഞാനത് വലുതായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു വിഷയമാണ്. കാരണം ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു പരാതി പോലും ഇല്ലാതെ ഈ വിഷയം വന്നപ്പോൾ പാർട്ടി ഏകകണ്ഠമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിൻ്റെ അർത്ഥം അദ്ദേഹം പാർട്ടിയിലില്ല. പാർട്ടിയിലില്ലാത്ത ഒരാളിൻ്റെ പേരിൽ കേസുകൾ വരുന്നത് പെൻഷൻ എന്ന് പറയുമ്പോൾ സസ്പെൻഷൻ അല്ലേ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. സസ്പെൻഷൻ ഈസ് ഈക്വൽ ടു എക്സ്പെൽഷൻ. കാരണം അത് എക്സ്പെൽഷൻ മതിയായിരുന്നല്ലോ, അതൊന്നും ചെയ്തിട്ടില്ല. അല്ല, നമ്മൾ ആദ്യം ചെയ്തത് സസ്പെൻഷൻ. അതാണ് പൊതുവേ ഒരു അഭിപ്രായം വന്നത്. വ്യത്യസ്ത അഭിപ്രായം എനിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികം വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ചർച്ച ചെയ്ത് നമ്മൾ ഏകണ്ഠമായി അംഗീകരിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഞാനും ചോദിക്കട്ടെ, CPM-ൻ്റെ എത്രയോ നേതാക്കന്മാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നു. പലരും ജാമ്യത്തിൽ നിൽക്കുകയാണ്, MLA-മാരോട്. അവരുടെ ആരുടെയെങ്കിലും പേര് നടപടിയെടുത്തോ? ഒരു പരാതിയില്ലായിരുന്നു, ഒരു തെളിവില്ലായിരുന്നു. ഇതൊക്കെ ആയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ധീരത കേരളത്തിലെ കോൺഗ്രസ് കാണിച്ചു. ഇപ്പോൾ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ കയ്യാമം വെച്ച് ജയിലിൽ കിടക്കുക. CPM-ൻ്റെ ഏറ്റവും പ്രധാന നേതാക്കന്മാരാണ്. ആരാണ് ഈ വാസു? കൊല്ലം ജില്ലയിലാണ്. അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ദേവസ്വം ബോർഡ് പഞ്ചായത്ത് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് കമ്മീഷണർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹത്തിനെതിരായി ഗുരുതരമായ ആരോപണം വന്ന് ജയിലിൽ പോയിട്ടും നടപടിയെടുത്തോ? പത്മകുമാർ, അച്യുതാനന്ദൻ്റെ കയ്യിൽ നിന്ന് പത്തനംതിട്ട ജില്ല പിടിച്ചു കൊടുത്ത് പിണറായിക്ക് കൊടുത്ത ആളാണ് പത്മകുമാർ. MLA ആയിരുന്നു കോന്നിയിലെ. അദ്ദേഹം ജയിലിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു അക്ഷരം വേണ്ടിയോ? പാർട്ടി സെക്രട്ടറി ME ഗോവിന്ദൻ പത്തനംതിട്ട വന്ന് യോഗത്തിൽ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു ഒരു നടപടി ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അവിടെയാണ് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം. പുതിയ സാഹചര്യത്തിൽ പുതിയ തീരുമാനം വരാനുള്ള സാധ്യതയുണ്ടോ രാഹുലിൻ്റെ കാര്യത്തിൽ? അല്ല, ഇപ്പോൾ ഒരു സാഹചര്യം പുതിയതായിട്ട് വന്നിരിക്കുന്നു. ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്നുള്ളതാണ് എനിക്ക് പറയാൻ. എനിക്ക് അതിൻ്റെ വിശദാംശങ്ങളെന്ന് പറയും. പാർട്ടിയുടെ നിലപാടാണ് ഞാൻ ചോദിക്കുന്നത്. പാർട്ടി ഇതുവരെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഈ പാർട്ടി ആലോചിക്കുന്ന ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പൊസിഷൻ എടുക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അത് വരട്ടെ, ഇതുവരെ ഒന്നും ആയിട്ടില്ല. 2021 കഴിഞ്ഞ് നഷ്ടപ്പെട്ട അവസരം, അതിനുശേഷം 2026 വരാൻ പോകുന്നു. UDF തിരിച്ചു വരുമോ? UDF 100% തിരിച്ചു വരും. 100 സീറ്റിൻ്റെ പിന്തുണയോടുകൂടി തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അന്ന് നഷ്ടപ്പെട്ട ഒരു അവസരത്തിൻ്റെ ഒരു തിരിച്ചുപിടിക്കൽ കൂടി മനസ്സിൽ കിടപ്പില്ലേ ആ കാര്യം കൂടെ? സുഹൃത്തെ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സ്ഥാനം കിട്ടും, സ്ഥാനം കിട്ടാതിരിക്കും. ഏറ്റവും കൂടുതൽ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ ചരിത്രം തീരുമാനിക്കട്ടെ, കാലം തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാം. എല്ലാ ആശംസകളും. പൊതുവായ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അവിടെ ഒരാളിങ്ങനെ താല്പര്യം കാണിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.
സർ, ഒരു രാഷ്ട്രീയ നേതാവായിട്ടും അല്ലെങ്കിൽ ഒരു ഭരണത്തിൽ ഒരു മിനിസ്റ്ററായിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഒരു സിഗ്നേച്ചർ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഡിസിഷൻ, നമ്മുടെ ഒരു ഡിസിഷൻ ഒരു പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റിമറിച്ചേക്കാം. അപ്പം ഭരണത്തിലിരിക്കുമ്പോഴോ ഒരു നേതാവായിരിക്കുമ്പോഴോ എടുത്ത ഏതെങ്കിലും ഒരു തീരുമാനം വേണ്ടായിരുന്നോ, അത് ചെയ്യരുതായിരുന്നോ എന്ന് ഇപ്പോഴോ പിന്നെ എപ്പോഴെങ്കിലോ തോന്നിയിട്ടുണ്ടോ? ചെയ്തത് നന്നായി എന്ന് വിശ്വസിക്കുന്ന രണ്ട് കാര്യമുണ്ട്, അത് പറയാം. അപ്പോൾ അതെൻ്റെ സിഗ്നേച്ചർ തന്നെയാണ്. ഓപ്പറേഷൻ കുബേര, കേരളത്തിലെ ജനങ്ങൾ വട്ടിപ്പലിശക്കാരെയും മീറ്റർ പലിശക്കാരുടെയും മുന്നിൽ ജീവൻ നഷ്ടപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ടായി. 100 രൂപ കൊടുത്താൽ വൈകിട്ട് 110 രൂപ കൊടുക്കണം. കൊടുക്കാത്തവരെ ഇവരെന്ത് ചെയ്യുന്നു? ഭീകരമായി മർദ്ദിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ജീവിതം നഷ്ടപ്പെടുത്തിയ ഒത്തിരി ആളുടെ കഥയുണ്ട്. അന്നാണ് ഞാനൊരു തീരുമാനമെടുത്തു, ഓപ്പറേഷൻ കുബേര, ഈ കൊള്ള പലിശ വാങ്ങുന്നവരെ എല്ലാം അറസ്റ്റ് ചെയ്യുക. അത് വലിയ ശക്തമായൊരു മൂവ്മെൻ്റായിരുന്നു കേരളത്തിൽ. ഇസ്ലാം മതത്തിൽ 7 കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് പ്രവാചകൻ പറയുന്നത്. അതിൽ 5-ാമത്തേതോ 4-ാമത്തേതോ ഒരു കാര്യമാണ് പലിശ വാങ്ങരുതെന്നുള്ളത്. അതിശക്തമായ നിലപാട്. ഒരു രാഷ്ട്രീയ ഇടപെടൽ ഞാൻ സമ്മതിച്ചില്ല. ആര് വിളിച്ചാൽ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ഡയറക്റ്റ് ഞാൻ നമ്പർ കൊടുക്കുമായിരുന്നു ജനങ്ങൾക്ക്, ആർക്ക് വേണമെങ്കിലും വിളിക്കാം. എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ആ കാലഘട്ടത്തിൽ പണം കൊടുത്ത ആളുകൾ വാങ്ങിയ ആളുടെ വീട്ടിൽ പോയി പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടില്ല, നിങ്ങൾ ഈ പ്രമാണം തിരിച്ചെടുത്തോളൂ, ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഇടപാടുമില്ല, കാരണം പോലീസ് വരും, അറസ്റ്റ് ചെയ്യും. വളരെ ധീരമായൊരു തീരുമാനമാണ് എടുത്തത്. പക്ഷേ പിന്നീട് ഞാൻ തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ അവരൊക്കെ വന്ന് എന്നെ തോൽപ്പിക്കാൻ ആ ശക്തികൾ ശ്രമിച്ചു. അത് നടന്നില്ല, അത് വേറൊരു കാര്യം. NBFCs ആ കാലഘട്ടത്തിലാണ് കേരളത്തിലെ മുത്തൂറ്റ് പോലെയുള്ള നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ, അവർ RBIയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മൾ അവർക്കൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പലിശ തീരുമാനിക്കുന്ന അവരുടെ ഡയറക്ടർ ബോർഡാണ് RBI. അപ്പം ഞാൻ RBI ഗവർണറെ കണ്ടു, രാജൻ, നമ്മുടെ ഗവർണറെ കണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളവരെ മോശക്കാരൊന്നും ആക്കണ്ട, കുഴപ്പമുണ്ടാക്കണ്ട, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഈ പലിശക്രമത്തിലും അവർക്കൊരു ഗൈഡ് ലൈൻ കൊടുത്തുകൊണ്ട് നടപടി സ്വീകരിക്കണം. അന്ന് രാജൻ, മുഴുവൻ പേരെന്താ, രഘുറാം രാജൻ അന്ന് സർക്കുലർ ഇറക്കി. അതെനിക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ അമേരിക്കയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്തു. അത് രണ്ടാമത്തെ കാര്യം, ഒരു ഭരണാധികാരി എന്ന നിലയിൽ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പരിപാടി, അത് മമ്മൂട്ടി ഞങ്ങൾ കണ്ട്, മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ചെറിയൊരു ഷോർട്ട് ഫിലിം അദ്ദേഹം തന്നു. കേരളം മുഴുവൻ ഞങ്ങൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു. സ്കൂളിൻ്റെ മുമ്പിലുള്ള ഈ കടകളൊക്കെ മാറ്റി, ഈ പുകയില ഉൽപ്പന്നങ്ങൾ നടത്തുന്ന കടകൾ മാറ്റി, ക്യാമ്പസുകൾ ക്ലീൻ ആക്കാനുള്ള നടപടി സ്വീകരിച്ചു. ഈ 2 കാര്യം, യെസ്, ഇറ്റ് ഈസ് മൈ സിഗ്നേച്ചർ ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. രാഷ്ട്രീയമല്ല, ഞാൻ K. ഭാസ്കരൻ, കൊല്ലത്തുനിന്ന് ഒരു പ്രസാധകനാണ്. രാഷ്ട്രീയമായ കാര്യത്തെക്കുറിച്ചല്ല എൻ്റെ കമൻറ്റ്. ഒത്തിരി രാഷ്ട്രീയം നടത്തിയ ഒരാളാണ്. ഒത്തിരി രാഷ്ട്രീയം അതറിയാം, അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അങ്ങ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇവിടെ പ്രകടിപ്പിച്ച പുസ്തക സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് എൻ്റെ കമൻറ്റ്. പുസ്തകങ്ങൾ വായിക്കുകയും എഴുത്തുകാരുമായി നിരന്തരം സംവദിക്കുകയും ചെയ്യുന്ന മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുള്ളയാളാണ് അദ്ദേഹം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷി ഇവിടെയുള്ളവരിൽ ഞാൻ തന്നെയാണ്. ഞാൻ പ്രസിദ്ധീകരിച്ചും ഞാൻ എഴുതിയതുമായ പരിഷത്ത് ദിനങ്ങൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ 35 വർഷത്തെ എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് കൊല്ലത്തൊരു പുസ്തക പ്രകാശനം അന്ന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം വന്നപ്പോൾ സ്വാഭാവികം നമ്മൾ സ്വാഗതം പറയുമ്പോൾ പുസ്തകം കൊടുക്കും. വേദിയിലിരുന്നുകൊണ്ട് തന്നെ ആ പുസ്തകം മറിച്ചു നോക്കിയ ശ്രീ രമേശ് പറഞ്ഞ ഒരു അഭിപ്രായം, ഞാനിത് വായിച്ചിട്ട് ഞാൻ വിവരം അറിയിക്കും എന്നുള്ളതാണ്. ഒത്തിരി നേതാക്കന്മാർ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പുസ്തകം സ്വീകരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ വാചകം പല ഭാഷയിൽ പറയാറുമുണ്ട്, പക്ഷേ ഒരൊറ്റയാളും തിരിച്ചു വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ശ്രീ രമേശ് ജി ഏതാണ്ട് ഒരു ദിവസം രാവിലെ ഒരു 8 മണിയോടുകൂടി 10-15 മിനിറ്റ് നേരം ഈ പുസ്തകം വായിച്ചതിനുള്ള അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്നെ അറിയിക്കുകയും ആ പുസ്തകത്തിൻ്റെ പൂർണ്ണമായ വായന അദ്ദേഹം നടത്തിയിരിക്കുന്നത് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മൾ തമ്മിൽ അല്പസ്വല്പം ഈ ഒരു പരിചയം തുടങ്ങുന്നത് തന്നെ ആ സംഭവത്തിന് ശേഷമാണ്.
അതിന് വളരെ വൈകി ഈ ഹോർട്ടൂസിൻ്റെ വേദിയിൽ ഞാൻ അങ്ങയോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, അത് ഞാൻ ഷോർട്ടായിട്ട് പറയാം. നക്സലൈറ്റുകളെ, മാവോയിസ്റ്റുകളെ നേരിടാൻ ഞാൻ എടുത്ത സമീപനം അവരെ കൊല്ലാൻ പാടില്ലെന്ന്. ഇപ്പം തന്നെ വിയ്യൂർ ജയിലിൽ 2 പേര് കിടപ്പുണ്ട്. നമ്മുടെ രൂപേഷ് അവിടെ കിടക്കുക. രൂപേഷ് എനിക്ക് ജയിലിൽ നിന്നൊരു കത്തയച്ചു. പത്രത്തിന് ഞാൻ കൊടുത്തില്ല. എൻ്റെ 2 മക്കളും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു, എന്നെ വേണേ അന്ന് പോലീസിന് കൊല്ലാമായിരുന്നു. ഞാൻ സ്ട്രിക്റ്റായ നിർദ്ദേശം കൊടുത്തു, പിടിക്കുകയാകാവൂ. കേരള പോലീസും തമിഴ്നാട് ആന്ധ്ര പോലീസും കൂടെ ഒരുമിച്ച് ഒരു ഓപ്പറേഷനായിരുന്നു. എനിക്കറിയാമായിരുന്നു, ഞാൻ ആ ഓരോ മിനിറ്റും ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് കൊല്ലാൻ പാടില്ല, ആരെയും കൊല്ലാൻ പാടില്ല. അൺഫോർച്ചുനേറ്റ്ലി മിസ്റ്റർ പിണറായി വിജയൻ കിൽഡ് 5 മാവോയിസ്റ്റുകൾ. ഇതാണ് ഞാനും പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള വ്യത്യാസം. ഞാൻ അവരെ തിരികെ കൊണ്ടുവന്ന് അവരെ മാനസികമായി മാറ്റിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. As a lawyer, as a lawyer, I have been watching you. You are a good opposition leader. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഒരുപാട് കേസുകൾ യു ഹാഡ് ഫൈറ്റ് ബിഫോർ ദ ഹൈക്കോർട്ട് ആൻഡ് യു വൺ ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ കേസസ് വിത്ത് ഹാൻഡ്സ് ഡൗൺ. പക്ഷേ നമുക്ക് എന്നിട്ട് ഗവൺമെൻറ് ഹാഡ് ടു റിട്രാക്ട് ഫ്രം സോ മെനി ഡിസിഷൻസ്. അത് അങ്ങയുടെ ഒരു വിജയമായിരുന്നു, കേരളത്തിൻ്റെ ഒരു വിജയമായിരുന്നു. ബട്ട് ഈവൻ ദെൻ UDF couldn't capitalize on it. അത് എന്തുകൊണ്ടാണ് പറ്റിയത്? അല്ല, അത് പ്രധാനമായി ഞാനിവിടെ വിശദീകരിച്ചു. കോവിഡ് കാലമായിരുന്നു, ആളുകൾക്ക് വെളിയിറങ്ങാൻ നടക്കാൻ കഴിയാത്ത സമയത്ത് ഇത്തരം വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയാതെ പോയി എന്നുള്ള സത്യമാണ്. ഇപ്പം ഏതായാലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പാർട്ടിക്കാർ വീട്ടിൽ കയറത്തില്ലെന്ന്. പക്ഷെ ഇപ്പം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും പാർട്ടി പ്രവർത്തകർ ഒരു മാറ്റത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്നു. എല്ലായിടത്തും വീടുകളിൽ കയറി കാര്യങ്ങൾ പറയുന്നു. ദാറ്റ് ഈസ് എ ഗുഡ് ചേഞ്ച്. UDF അധികാരം കിട്ടുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ഖാർഗെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തീരുമാനിക്കുമെന്നാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ടിരിക്കുന്ന അങ്ങുണ്ട്, VD സതീശനുണ്ട്, KC ഉണ്ട്. ഇതിൽ 3 പേരിലും പല സമവാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യ ഒരു സമയത്ത് മുസ്ലിം ലീഗിനുണ്ടായിരുന്ന ഒരു വിരോധം ഇപ്പോൾ ഇല്ല. എനിക്ക് തോന്നുന്നു NSSഉം SNDPയും ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഒരു അഭിപ്രായ ഐക്യം കാണിക്കുന്നത്, അങ്ങയുടെ കാര്യത്തിലാണ്. അപ്പോൾ ഈ 3 കാൻഡിഡേറ്റിൽ തീർച്ചയായിട്ടും അങ്ങല്ലേ കൂടുതൽ യോഗ്യനായിട്ട് കേരളം കാണുന്നത്. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെൻറ്റ്. പക്ഷേ നമ്മളൊരു പാർട്ടിയെ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. പാർട്ടി എന്ത് തീരുമാനിച്ചാലും ശിരസ ഞാൻ വഹിക്കും. ചോദ്യങ്ങൾ ഇനി ചോദ്യങ്ങളുണ്ടോ? പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ സുമാർ അഴീക്കോടുമായിട്ടൊരു തർക്കത്തിലാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻ തുടങ്ങുന്നത്, KPC പ്രസിഡന്റ്. ഞാൻ അദ്ദേഹത്തെ ഒരു മീറ്റിങ്ങിന് ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ, പ്രിയദർശിനി പബ്ലിക്കേഷൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എടുത്തടിച്ച് പറഞ്ഞു, കോൺഗ്രസ്സുകാരും പുസ്തകം വായിക്കത്തില്ല, ഞാൻ വരില്ല എന്ന്. ഞാൻ പറഞ്ഞു വരണ്ട. ഞങ്ങൾ പിന്നെ പോയി പുസ്തകം 51ാമത്തെ പുസ്തകം ഞാൻ ഇറക്കിയിട്ട് മാഷെ വീണ്ടും വിളിച്ചു. അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ വരും. എനിക്കുണ്ടായിരുന്ന ധാരണ മാറി. അദ്ദേഹം വന്നാണ് 51ാമത്തെ പുസ്തകം റിലീസ് ചെയ്യുന്നത്. ഇന്നും പ്രിയദർശിനി നന്നായി നടക്കുന്നു. പക്ഷെ അത് ഇപ്പം സജീവമല്ല അല്ലേ? പ്രിയദർശിനി ഇപ്പോഴും സജീവമാണ്, കുഴപ്പമില്ല. അപ്പം ഞാൻ അവിടുന്ന് KPC പ്രസ്ഥാനം മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് പബ്ലിഷ് ഒരു പബ്ലിക്കേഷൻ ഡിവിഷൻ തുടങ്ങി. ഭാസ്കരനൊക്കെ അറിയാം, ശ്രേഷ്ഠ ബുക്സ്. ഇപ്പം 200ഓളം പുസ്തകങ്ങൾ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എ ഹോബി. മകനെ ഏൽപ്പിച്ചിരിക്കുകയാണ് നോക്കാൻ. ഇറ്റ്സ് എ ഹോബി. നമുക്ക് സന്തോഷം, ലാഭം പ്രതീക്ഷിച്ചൊന്നുമല്ല. അവിടെ ചില ആൾ സോഷ്യൽ മീഡിയയിൽ എഴുതി ലാഭത്തിന് വേണ്ടിയാണ്. ഒരിക്കലും പുസ്തക പ്രസ്ഥാനം അങ്ങനെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല പലപ്പോഴും. നമ്മുടെ ഒരു എന്താണ് മനസ്സിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് നടപ്പാക്കുന്നത്. സുജിത് നായരുടെ ഒരു പുസ്തകം തന്നാൽ ഞങ്ങൾ എഴുതും, തീർച്ചയായിട്ടും ഞങ്ങൾ പ്രിൻ്റ് ചെയ്യും. ജോസ് പനച്ചിപ്പുറം ഒരു പുസ്തകം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ശരി. അത് തോമസിന് വേണം എന്നുള്ളതാണ് തോമസ് പറയുന്നത്. നോവൽ തീം പറഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ ഇടയ്ക്ക് മാറി നിന്നപ്പോഴും മറ്റോ പറയാനിടയാകും. ഇല്ല, ആ ബുക്കിൻ്റെ ഉള്ളടക്കം എന്താ എൻ്റെ കഥ
അത് ഇപ്പം എഴുതാൻ പോകുന്ന അത് പറഞ്ഞാൽ പിന്നെ ആരും പുസ്തകം ഇപ്പോൾ വായിക്കത്തില്ല. അതിൻ്റെ അത് കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിലുള്ളത് വരാൻ പോകുന്നേ ഉള്ളൂ. ഇത് മറ്റേത് ഞാൻ ഏകദേശം ഫൈനലാക്കി ഇറങ്ങുന്നു അല്ലേ? ഇറങ്ങാൻ പോകുന്നു. ആരാ ഇറക്കുന്നത്? അത് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്, മാതൃഭൂമിയും DC. മനോരമ തയ്യാറാണ്, തോമസ് ഡൊമിനിക്ക് ഇറക്കാമെങ്കിൽ അവിടെ തരാം. ചോദ്യങ്ങൾ നമസ്കാരം, എൻ്റെ പേര് സുദീപ് എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പല പരിക്കുകളും അടുത്ത കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റൊരാൾ നിരന്തരമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായ പരിക്കുകൾ കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് പാർട്ടിക്ക് ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായി തുടരുകയും ചെയ്യുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ശശി തരൂരിനെയാണ്. അദ്ദേഹത്തിനെതിരെ ഇത്രയും പ്രശ്നങ്ങൾ കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും ഉണ്ടാക്കുകയും പാർട്ടിക്ക് പരിക്കുകൾ പലതരത്തിൽ ഏൽപ്പിക്കുകയും അതും മനഃപൂർവ്വമായ പരിക്കുകൾ ഏൽപ്പിക്കുകയും ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെ ശക്തമായി സംസാരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അതാണ് കോൺഗ്രസ്. ഡിസെൻറ്റ് ഈസ് ആൾവേസ് വെൽക്കം ബൈ ദ കോൺഗ്രസ്. കോൺഗ്രസിനകത്ത് ഗാന്ധിജിക്കെതിരായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം എലക്ട് ചെയ്തത് ഗാന്ധിജിയുടെ പിൻബലമില്ലാതെയാണ്. അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ സ്ഥാനാർത്ഥിയെ തോപ്പിച്ച് ഉത്തർപ്രദേശിൽ കൃപലാനി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾവേസ് ദർ ഈസ് ഡിസെൻറ്റ് ഇൻ കോൺഗ്രസ് പാർട്ടി ഓൺ വേരിയസ് ഇഷ്യൂസ്. അത് ശശി തരൂർ ഒരു പാർട്ടിക്കൊരു അസറ്റ് തന്നെയാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷേ കോൺഗ്രസ് അതൊക്കെ ഉൾക്കൊള്ളും. ഞാൻ പറഞ്ഞല്ലോ, വല്ലഭായ് പട്ടേലും നെഹ്റുവും തമ്മിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസമാണ്. നെഹ്റു പലപ്പോഴും ഡി പട്ടേൽ എന്ന് പറയുന്നൊരു പുസ്തകം എല്ലാവരും വായിക്കണം. ഡി പട്ടേൽ രാജ്മോഹൻ ഗാന്ധി എഴുതിയ പുസ്തകമാണ്. അതിനകത്ത് കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആ കാലഘട്ടത്തിൽ നെഹ്റു പട്ടേൽ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണാൻ കഴിയും. പക്ഷേ നെഹ്റു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു, ഹോം മിനിസ്റ്ററുടെ വീട്ടിൽ, എന്നിട്ട് തർക്കങ്ങൾ പരിഹരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഈസ് എ പാർട്ടി വിച്ച് അഡ്ജസ്റ്റ് വിത്ത് എവരിബഡി ആൻഡ് നമ്മൾ അവരുടെ വികാരങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കും. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല കാര്യങ്ങളിൽ പല ആളുകൾക്ക് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഫ്രീഡം കോൺഗ്രസ്സിലുണ്ട്. അതുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്. ഈ ഘട്ടത്തിൽ BJPക്ക് അനുകൂലമായ ചില പ്രസ്താവനകൾ നടത്തുന്നത് നേരത്തെ പറഞ്ഞത് ആ ഗണത്തിൽപ്പെടുത്താൻ പറ്റുമോ? അല്ല, അദ്ദേഹം ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളത് ശരിയാണ്. എൻ്റെ സഹോദരൻ സുദീപ് പറഞ്ഞ പോലെ ഇത് പരിശോധിക്കണം നമ്മളാരുമല്ല, അത് ദേശീയ നേതൃത്വമാണ്. കാരണം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. കേരളത്തിൻ്റെ നേതൃത്വം പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആവശ്യം അവിടെ ഉന്നയിച്ചിട്ടില്ല, ഒന്നും ഉന്നയിച്ചിട്ടില്ല. ഈ പൊതുസമൂഹത്തിനെ ഉള്ളൊരു ധാരണയും കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൊതുസമൂഹം പൊതുവെ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടി ശശി തരൂരിനെതിരെ ഒന്നും സംസാരിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യാത്തത് ശശി തരൂർ BJPയിലേക്ക് പോകും എന്ന് പാർട്ടിക്ക് ഒരു ഉറപ്പുള്ളതുകൊണ്ടും, എന്നാൽ ഒരു നടപടിയെടുത്ത് അതിവേഗം അദ്ദേഹത്തെ BJP ക്യാമ്പിലേക്ക് തള്ളിവിടേണ്ട, അദ്ദേഹം സ്വയം തനിയെ പൊയ്ക്കോട്ടെ എന്നൊരു ധാരണ പാർട്ടിക്കുള്ളതുകൊണ്ടാണ് എന്നൊരു പൊതുധാരണയുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഒരു വസ്തുതയില്ല. നമ്മളൊക്കെ എപ്പോഴും അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്. അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടാകണമെന്ന്. ഞാനാണ് അദ്ദേഹത്തെ ആദ്യം മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഞാനാണ് അദ്ദേഹത്തെ എറണാകുളത്ത് നടന്ന പാർട്ടിയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ സോണിയാഗാന്ധി എന്നോട് പറഞ്ഞു പുള്ളിയെ പങ്കെടുപ്പിക്കണമെന്ന്. നമ്മൾ പങ്കെടുപ്പിച്ചു. ഞാൻ പാലക്കാട് സീറ്റാണ് അദ്ദേഹത്തിന്, പക്ഷേ അദ്ദേഹം തിരുവനന്തപുരം വേണമെന്ന് പറഞ്ഞു. നമ്മൾ കൊടുത്തു. 4 തവണ ജയിപ്പിച്ചു. പാർട്ടി പ്രവർത്തകർ കഷ്ടപ്പെട്ടാണ് ജയിപ്പിച്ചത്. സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ട് പല കാര്യങ്ങളിലും. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സിന് അങ്ങനെ ഒരാളെ പുറത്താക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല. അത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ. എന്നെപ്പോലും മാറ്റി നിർത്തിയ പുള്ളിയെ വർക്കിംഗ് കമ്മിറ്റിയിലെടുത്തു. 19 വർഷം ഞാൻ പെർമനൻ്റ് ഇൻവൈറ്റ് ചെയ്യായിരുന്നു. 19 വർഷം മുമ്പ് അദ്ദേഹത്തിന് അതുപോലെ കൊടുത്തു. അതൊരു വിഷമം ഉണ്ടാക്കിയ ഒരു അവസരമായിരുന്നു. പരസ്യമായിട്ട് പറയുകയും ചെയ്തു അന്ന്, അല്ലേ? പാർട്ടിക്കാരോടൊന്നും പറഞ്ഞില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തെ മന്ത്രിയാക്കി. കോൺഗ്രസ്സിന് കിട്ടുന്ന 4 or 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പിൽ അദ്ദേഹം എപ്പോഴും ചെയർമാനാണ്. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞപ്പം മത്സരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും അവസരം കൊടുത്ത ആൾ പാർട്ടിക്ക് വിധേയനായി നിൽക്കണ്ടേ എന്നുള്ളതാണ് സുദീപ് ചോദിച്ച ചോദ്യം. തീർച്ചയായിട്ടും.
ഗുഡ് മോർണിംഗ്. ഒരു 30 വർഷത്തെ കാലയളവിൽ നമ്മുടെ ക്യാമ്പസിൽ രാഷ്ട്രീയം അതിൻ്റെ അളവ് എനിക്ക് തോന്നുന്നു കുറയാണെന്ന് തോന്നുന്നു. ആക്റ്റീവായുള്ള ക്യാമ്പസും ഉണ്ട്, പക്ഷേ ഇപ്പോൾ എയ്ഡഡ് കോളേജ് ആയാലും മാനേജ്മെൻറ്റ് വന്നിട്ട് അതിനെ അത്രത്തോളം കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. മിക്കവരും ഈ രാഷ്ട്രീയം തൊട്ടുകൂടായ്മയാണ്, അതിലേക്കുള്ള വളർന്നുകൂടാ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് മിക്ക മാനേജ്മെൻറ്റിനും ഉള്ളത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരു 30-40 വർഷത്തിനിടയ്ക്ക് കൊണ്ടുവന്ന ചേഞ്ച് ആണെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒപ്പീനിയൻ? ആൻഡ് യു ആർ കറക്റ്റ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം SFIയും ABVPയും കലാലയങ്ങളിൽ ഉണ്ടാക്കുന്ന അക്രമങ്ങളാണ്. ആളുകളെ തല്ലുക, തല പൊട്ടിക്കുക, കുത്തിക്കൊല്ലുക, ഇതൊക്കെ വന്നപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് ജനങ്ങൾക്ക് പൊതുവെ എതിർപ്പുണ്ടായി. വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ വിദ്യാർത്ഥികൾ അഭ്യസിക്കാൻ കോളേജ് ക്യാമ്പസിൽ രാഷ്ട്രീയം അനിവാര്യമാണ്. ആ രാഷ്ട്രീയം അക്രമ രാഷ്ട്രീയമാകരുത്.